അപ്പോൾ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ ഈ പർട്ടിക്കുലർ സെമസ്റ്ററിൽ സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി പഠിക്കേണ്ടത് ഇതൊക്കെയാണ്. ജനറൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, അതിനുള്ളിൽ റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിൻ്റെ റെലവൻസ്, അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിന് ഈ സമൂഹത്തിൽ, ഈ സൊസൈറ്റിയിൽ എന്താണ് അവനെ കൊണ്ടുള്ള പ്രയോജനം, ഇൻ ദ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. അതുപോലെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ മേജർ ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മളിൽ പലരും വിചാരിക്കുന്നത് പോലെ ബിൽഡിങ്സ് കെട്ടൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ എന്താണ് വീണ്ടും ഒരുപാട് സങ്കേതങ്ങളുണ്ട്. നമ്മൾ ലോകത്ത് നമ്മുടെ ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം കാര്യങ്ങൾ നമ്മളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇൻ കേസ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് വീടെന്ന് പറയുന്നത് തന്നെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടുകൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസുകൾ, നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്ന വഴികൾ, നമ്മൾ സഞ്ചരിക്കുന്ന പല മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, അത് റോഡ് മാർഗമാകാം, ട്രെയിൻ, റെയിൽവേസ് ആവാം, എയർപോർട്ട് ആവാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഒരു സ്ട്രീമിൻ്റെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള, ഇമ്പാക്ട്സ് ഉള്ള, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഉള്ള ഏരിയയിലൂടെ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ വേരിയസ് ഡിസിപ്ലിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്നിവയാണ്. ഇത് കൂടാതെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെമസ്റ്ററിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിങ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുന്നുണ്ട്. അതായത് ബിൽഡിങ്സ് പണിയുന്നുണ്ട് സിവിൽ എഞ്ചിനീയർ. പക്ഷേ ഏതൊക്കെ ബിൽഡിങ്സ് തന്നെ പല ടൈപ്പ് ബിൽഡിങ്സ് ഉണ്ട്. നമുക്കറിയാം റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഉണ്ട്, ഓഫീസ് ബിൽഡിങ്സ് ഉണ്ട് അല്ലേ, ബിസിനസ് ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ മെർക്കൻറ്റൈൽ ബിൽഡിങ്സ് ഉണ്ട്, ഹസാഡസ് ബിൽഡിങ്സ് ഉണ്ട്. ബിൽഡിങ്സിന് തന്നെ പലതായിട്ട് തിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്, ഓരോ ബിൽഡിങ്ങും ഓരോ രീതിയിൽ വേണം അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്താനായിട്ട് അല്ലേ. ഒരു ആറ്റമിക് പവർ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെയാണോ നമ്മുടെ നമ്മുടെ വീട് കൺസ്ട്രക്ട് ചെയ്യുക? അല്ല. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതൊക്കെ ആര് പറഞ്ഞു തരുന്നു? അത് നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ് NBC പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള ബിൽഡിംഗ് റൂൾസ് KBR എന്ന് പറയുന്ന റൂൾസും നമുക്ക് അഡ്ഹിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇൻ ജനറൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയർ ഇടപെടുന്ന പല വേരിയസ് ഫീൽഡുകളെ പറ്റി മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഈ ഫീൽഡുകളിലൊക്കെ ഇടപെടുമ്പോൾ അവൻ പാലിക്കേണ്ട ചില റൂൾസ് ഉണ്ട്, മനസ്സിലായോ? ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് റൂൾസാണ് അതിനുള്ള ഗൈഡ് ലൈൻസ് തരുന്നത്. തുടർന്ന് മുന്നോട്ട് നിങ്ങൾക്ക് സിലബസിലുള്ളതിന് ലോഡ് ബെയറിംഗ് ആൻഡ് നോൺ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്, അതുപോലെ കമ്പോണൻസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് ഒരുപാട് കോമ്പോണൻസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, എൻ്റെ വെയിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ വെയിറ്റ് ഞാൻ ചവിട്ടി നിൽക്കുന്ന കോൺക്രീറ്റ് സ്ലാബിലേക്കാണ് പോകുന്നത്. ആ സ്ലാബിൽ നിന്ന് അതൊരു ബീമിലേക്ക് പോകും, ആ ബീമിൽ നിന്ന് അതൊരു കോളത്തിലേക്ക് പോകും, കോളത്തിൽ നിന്ന് അത് താഴെ ഫൗണ്ടേഷനിലേക്ക് എത്തും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ലോഡ് ട്രാൻസ്ഫർ മെക്കാനിസംസ് ഒക്കെ ഈ ബിൽഡിങ്ങുകളിലുടനീളം നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ലോഡ് ട്രാൻസ്ഫറുകളൊക്കെ ഈച്ച് ആൻഡ് എവറി കമ്പോണൻറ്റ് അത് എടുക്കാനായിട്ട് ശേഷിയുള്ള കമ്പോണൻസ് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഫംഗ്ഷൻസ്, ഈ പറഞ്ഞ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ പാർട്സ്, അതിൻ്റെ ഫംഗ്ഷൻസ്, അതുപോലെ ഒരു ബിൽഡിംഗ് കെട്ടുന്നതിന് മുമ്പ് നമ്മൾ ആ സൈറ്റിൻ്റെ സെലക്ഷൻ എങ്ങനെ നടത്തണം, എങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കണം നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുക. ആ സൈറ്റ് കൃത്യമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി മണ്ണിനെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു കൺസ്ട്രക്ഷനായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ ബിൽഡിംഗ് ഏരിയയുടെ ചില ഡെഫിനിഷൻസ് ഉണ്ട്. ബിൽറ്റപ്പ് ഏരിയ, പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകൾ നിങ്ങൾ കേരള ബിൽഡിംഗ് റൂൾസിലും പഠിക്കും. അതും ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ NBCയും അതായത് നാഷണൽ ബിൽഡിംഗ് കോഡും കേരള ബിൽഡിംഗ് റൂൾസും കൂടാതെ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് എന്ന് പറയുന്ന ഒരു CRZ നോംസ് കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. കാരണം എല്ലാ ഏരിയാസിലും എല്ലായിടത്തും ചെന്ന് നമുക്ക് എല്ലാ ടൈപ്പ് ബിൽഡിങ്സും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് ചില ഏരിയാസിൽ എൻ്റയർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ബാൻ ചെയ്തിട്ടുണ്ടാവും. ചില ഏരിയാസിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും അലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ നോംസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കൂടാതെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ബ്രിക്ക്, സ്റ്റോണ്, സാൻഡ്, സിമൻറ്റ്, ടിമ്പർ, അതുപോലെ സ്റ്റീല്, കോൺക്രീറ്റ് തുടങ്ങിയ ഒരുപാട് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു നിർമ്മിതി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആ മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ പഠിക്കണം. അവരുടെ ക്വാളിറ്റീസ് എന്താണ്, ആ മെറ്റീരിയൽസിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ നമ്മളൊരു പർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റിംഗ് ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ, അതിനെ കുഴച്ച് വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചില ടെസ്റ്റുകളുണ്ട്. അത് ഹാർഡൻ ചെയ്തതിന് ശേഷം ചില ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ഏതൊക്കെ ടെസ്റ്റുകൾ നമ്മൾ വരുന്നു, ഇതെല്ലാമാണ് നിങ്ങളുടെ സിലബസിൽ ആകപ്പാടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സ്വന്തം ഹാബിറ്ററ്റ്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ വീടും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും അല്ലേ, നിങ്ങളുടെ ചുറ്റുവട്ടവും ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിലും അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നതിലും ഒക്കെ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ ഇതിൻ്റെ ഭാഗമാവേണ്ട ആൾക്കാരാണ്. അപ്പം
ഇതിനകത്തുള്ള ബേസിക് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത് ഒരു സിവിൽ എഞ്ചിനീയർ മാത്രം പഠിക്കേണ്ട കാര്യമല്ല അല്ലേ. നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ പഴയ ജനറേഷൻസൊക്കെ ഇത് അവർ സ്വന്തമായിട്ട് ഒരു നൊമാഡായിട്ട് അല്ലെങ്കിൽ പല സ്റ്റേജസിലൂടെ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്ന കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ അവൻ്റെ അബോർഡ്, അവൻ്റെ ഹാബിറ്റായിട്ട് അവൻ തന്നെയാണ് ഒരുക്കിയത് അല്ലേ. അവൻ പ്രത്യേകിച്ച് വേറെ ആരെയും ഹയർ ചെയ്യാതെ സ്വന്തമായിട്ട് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വന്നിരുന്ന കാലഘട്ടങ്ങളും സിവിലൈസേഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യനും ഇത്തരം ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്, സിവിൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ മനസ്സിലാക്കിയാൽ അവൻ്റെ ചുറ്റുമുള്ള അവൻ്റെ എൻവയോൺമെൻറ്റ്, അവൻ്റെ ഹാബിറ്റാറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള അവൻ്റെ കാഴ്ചപ്പാടുകളെ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള, അതുപോലെ പ്രകൃതിയെ അധികം ദോഷം ചെയ്യാതെ പ്രകൃതിയെ വളരെയധികം ഇൻകോപ്പറേറ്റ് ചെയ്ത് തന്നെ കൺസർവ് ചെയ്ത് തന്നെ നമുക്ക് പലതും ചെയ്യാനും നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഒരു നല്ല ജീവിതം നയിക്കാനും ഒക്കെ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ഇൻഫാക്ട് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് ഏതൊരാളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് സിലബസിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺസെപ്റ്റ്സ് എല്ലാം വളരെ വളരെ സിമ്പിളാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അതൊരു ഭാരമാവേണ്ട കാര്യമില്ല. എല്ലാം സിമ്പിളായിട്ട് നമുക്കൊരു കഥ പറയുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. സോ എല്ലാവരും സന്തോഷത്തോടെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് മാർക്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പ്രൊഡക്റ്റാണ്. ഈ അറിവുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ അറിവുകൾ പരീക്ഷാ പേപ്പറിൽ പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. മാർക്കിനെ പറ്റി ഒരു വേവലാതി വേണ്ട. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അക്കംപ്ലിഷ്മെൻ്റ് ആണ്. അതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ആദ്യം തുടക്കത്തിൽ പറയുന്നുണ്ട് ആദാമും ഹവ്വയും ആദ്യ മനുഷ്യർ അല്ലേ, അവരെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് അവർ പറുദീസയിലായിരുന്നു, അവർ സ്വർഗത്തിലായിരുന്നു. അവിടെ ഒരു നടുവിൽ ഒരു വലിയ നടുക്കൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു കായുണ്ട്. ആ കാ കഴിക്കരുതെന്ന് അവരോട് പറയുകയും അപ്പോൾ അവരത് കഴിക്കരുത് എന്ന വാണിങ് അവർ തിരസ്കരിച്ച് അവർ അവിടെ നടക്കുമ്പോൾ, ഓടിക്കളിച്ച് നടക്കുമ്പോൾ ഈ പർട്ടിക്കുലർ മരത്തിലേക്ക് നോക്കി അവരിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പാമ്പ് വന്നിട്ട് നിങ്ങൾ ഈ പഴം കഴിച്ചോളൂ, ഈ പഴം കഴിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാം എന്ന് പാമ്പ് വന്ന് പറയുകയും, അപ്പോൾ അത് കേട്ടിട്ട് ഹവ്വ ഇത് പറിച്ച് ആദത്തിന് കൊടുക്കുകയും ആദത്തിനോട് കഴിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതിനകത്ത് പാമ്പ് പറയുന്നത് നിങ്ങളിത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന ഈ സബ്ജക്റ്റ്, ഈ കനി, ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. കാരണം ദൈവം എന്തൊക്കെയാണോ ഈ പ്രകൃതിയിൽ നമുക്ക് ചുറ്റും സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ നോക്കി അതിനകത്ത് സ്റ്റെബിലിറ്റി, അതിൻ്റെ സേഫ്റ്റി, അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കി പുതിയ നിർമ്മിതികൾ സൃഷ്ടിക്കാനും നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും നമ്മൾ അടങ്ങുന്ന നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാക്കാൻ, ഒരുപാട് നിർമ്മിതികൾ പണിയാനായിട്ടൊക്കെ നമുക്ക് ഈ സൊസൈറ്റിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ നിങ്ങളെ കേപ്പബിൾ ആക്കുന്ന ഒരു ഡിഗ്രിയാണ് സിവിൽ എഞ്ചിനീയറിംഗ്. സോ നിങ്ങളെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രീം, എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പം ആദ്യയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. മിലിറ്ററി യുദ്ധങ്ങൾ, വേൾഡ് വാർസ് ഒക്കെ വന്നപ്പോഴത്തേക്കും മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേറൊരു സ്ട്രീം ആയിട്ട് മാറുകയും ബിൽഡിങ്സ് ഒക്കെ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യുകയും പിന്നീട് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, മെക്കാനിക്കലിൽ നിന്ന് ഇലക്ട്രിക്കൽ ഉണ്ടാവുകയും ഇലക്ട്രിക്കലിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഉണ്ടാവുകയും ഇലക്ട്രോണിക്സിൽ നിന്ന് പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ചരിത്രത്തെ പറ്റി നമുക്കറിയാം. അപ്പം നിങ്ങൾ ഈ പർട്ടിക്കുലർ സ്ട്രീമിൽ, ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ നിങ്ങൾ പഠിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗിനെ പറ്റിയാണ്. അപ്പോൾ ചുറ്റും കാണുന്ന ഈ ലോകത്ത് ലൈഫ് ഈസ് അബണ്ടൻറ്റ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്ന ഈ സുന്ദരമായ ലോകത്ത്, ആ ലോകത്തിലെ പല രീതിയിലുള്ള ശക്തികളുണ്ട് അല്ലേ. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് നമ്മൾ പഠിച്ചു ഫോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പാണ്. ഫോഴ്സസ് എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ട് അല്ലേ, ക്രിയേഷൻ. അതുപോലെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന, കൺസർവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതുപോലെ ഇത് പലതിനെയും ഡിമോളിഷ് ചെയ്യുന്ന ശക്തിയുള്ള ഫോഴ്സസ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഫോഴ്സസ് നമ്മുടെ പ്രകൃതിയിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നമ്മൾ ആ സിവിൽ എഞ്ചിനീയേഴ്സ് നമ്മൾ പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കുമ്പോൾ ലെറ്റ് ദാറ്റ് ബി എ ഡാം, ഒരു ഡാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു അമ്പലമായിക്കോട്ടെ, ഒരു പള്ളി ആയിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എനി സ്ട്രക്ചർ ഏതാണെങ്കിലും അതിലൊക്കെ ആക്ട് ചെയ്യാൻ പോകുന്ന ഈ പറഞ്ഞ ഫോഴ്സസ് ഉണ്ട്. ദാറ്റ് ഫോഴ്സസ് കുഡ് ബി എന്താണ്, ചില ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന ഫോഴ്സസ് ഉണ്ടാവും, ചില ഫോഴ്സസ് ചില സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടാവും, ചിലത് ഓവർടേൺ ചെയ്യിക്കുന്ന, സ്ലൈഡ് ചെയ്യിക്കുന്ന, നശിപ്പിക്കുന്ന, ഡിമോളിഷ് ചെയ്യിപ്പിക്കുന്ന ചില ഫോഴ്സസ് ഉണ്ടാവും. അപ്പോൾ ആ സിവിൽ എഞ്ചിനീയേഴ്സ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്, നമ്മൾ പ്രകൃതിയിലുള്ള ആ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ ചെറുതായിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അല്പം ഒന്ന് മോഡിഫൈ ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു പുതിയ ഷെൽട്ടർ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയോ, അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, പ്രകൃതിയെ അധികം ദോഷം ചെയ്യാതെ, അധികം ബുദ്ധിമുട്ടിക്കാതെ, ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും മനുഷ്യന് സേഫ് ആയിട്ടുള്ള, ഡ്യൂറബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, നിർമ്മിതികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം
പുണ്യപുരാതന കാലം മുതലേ ഐസ് ഏജ് മുതലേ മനുഷ്യനല്ലേ ഗുഹകൾ ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ അബോർഡ്സ്, ചെറിയ ഷെൽട്ടേഴ്സ്, ഹാബിറ്റാറ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. മനുഷ്യൻ മുന്നോട്ട് പോയി, മനുഷ്യൻ തീയും അതുപോലെ ഒരുപാട് ചക്രവും തുടങ്ങിയ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുകയും മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവൻ്റെ അബോർഡ്, അവൻ്റെ ഷെൽട്ടർ, അതിൻ്റെയൊക്കെ ഒരു രൂപവും ഭാവവും ഒക്കെ മാറി മാറി വന്നു അല്ലേ. പണ്ട് വളരെ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ സ്ട്രക്ചേഴ്സ് ആയിരുന്നു, വഴികളൊക്കെ കല്ലുകൾ പാകി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആയിരുന്നു. പിന്നീട് കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് മനുഷ്യൻ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അവൻ മുന്നോട്ട് പോയി അല്ലേ. അവൻ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തി, കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അവൻ ചെയ്തു. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമായിട്ട് ബേസിക് നീഡ് എന്ന് പറയുന്നത് വേണ്ടത് എന്തൊക്കെയാണ്? റൊട്ടി, കപ്പട, മക്കാൻ എന്ന് പറയും അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുഡ്, വാട്ടർ, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. ഇതാണ് നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റ്, നമ്മുടെ ബേസിക് നീഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ കൂടിയും അതിനപ്പുറത്ത് ഒരുപാട് ആസ്പിറേഷൻസ് ഇന്നത്തെ മോഡേൺ മാൻ അല്ലേ, ആധുനിക മനുഷ്യനുണ്ട്. നമ്മൾ ഇതുകൊണ്ട് മാത്രം ഒരാളും തൃപ്തരാവില്ല അല്ലേ. ഇതിനപ്പുറത്ത് ഒരുപാട് എക്സ്ട്രാ കുറേ അധികം കാര്യങ്ങൾ കൂടി നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ശരിയല്ലേ. നമുക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം അല്ല, അതിനുള്ള സംവിധാനങ്ങൾ വേണം, നല്ല ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ നമുക്കുണ്ടാവണം. അതുപോലെ സാനിറ്റേഷൻ അല്ലേ, ശുചിത്വം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം പണ്ട് പറയുന്നത് പോലെ ഈ റോട്ടി, മക്കാൻ, കപ്പട എന്ന് പറയുന്ന ബേസിക്, അല്ലെങ്കിൽ ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, ഷെൽട്ടർ എന്ന് പറയുന്ന ബേസിക് റിക്വയർമെൻറ്റ്സിൻ്റെ അപ്പുറത്ത് മനുഷ്യന് ഒരുപാട് ആസ്പിറേഷൻസ് ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സാനിറ്റേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ, ആസ്പിറേഷൻസ് ഉണ്ട്, റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഇൻപുട്സിനൊക്കെ കൃത്യമായി റെസ്പോണ്ട് ചെയ്ത് കൃത്യമായിട്ട് മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ, വെദർ ദാറ്റ് ബി എ പ്രൈവറ്റ് സ്പേസ് ഓർ എ പബ്ലിക് സ്പേസ്, എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് സിവിൽ എഞ്ചിനീയർ. അപ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ചില മനുഷ്യരുടെ എങ്കിലും ധാരണ എന്താണ്, ഒരു വെള്ളത്തൊപ്പിയും വെച്ച് സൈറ്റിൽ വെയിൽ കൊണ്ട് കുറച്ച് കൺസ്ട്രക്ഷൻസ് നടത്തിയെടുക്കുന്ന ആളെന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങും. സിവിൽ എഞ്ചിനീയർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇൻഫാക്ട് ഒരു ഡോക്ടറെ രക്ഷിക്കുന്നതിന് അധികമായിട്ട് മനുഷ്യജീവിതങ്ങൾ രക്ഷിക്കുന്ന ആളാണ് ഒരു സിവിൽ എഞ്ചിനീയർ എന്നാണ് പറയുക. കാരണം മനുഷ്യന്, ലോകമെമ്പാടുമുള്ള മനുഷ്യന്, കോടിക്കണക്കിന് ജനത്തിന് ഡ്രിങ്കിങ് വാട്ടർ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ അവൻ വെള്ളത്തിൻ്റെ പ്രോപ്പറായിട്ട്, അവൻ വാട്ടർ സോഴ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സ്റ്റഡി ചെയ്യുകയും അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നടത്തുകയും അതിനുശേഷം ഇതൊക്കെ കൃത്യമായ അളവിൽ, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും അത് ജനത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ വർക്ക് ചെയ്യേണ്ടത് ഒരു സിവിൽ എഞ്ചിനീയറാണ്. സോ ഒരു ഡോക്ടറെ രക്ഷിച്ചതിലധികം ജീവനുകൾ രക്ഷിക്കുന്ന വ്യക്തികളാണ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഗതാഗതം, പൊതുശുചിത്വം അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ, സാനിറ്റേഷൻ, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, ഇവിടെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ ആവശ്യമുണ്ട്. ഈ പഴയ കാലഘട്ടങ്ങൾ മുതൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ അല്പം ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മൾ പ്രകൃതിയെ കാണുന്നതിനെയൊക്കെ, ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കേട്ട് കാണും അല്ലേ, നമ്മൾ പ്രകൃതി നോക്കുമ്പോൾ വളരെ ഉറപ്പുള്ള പാറക്കല്ലുകൾ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലും സൈസിലും ഒന്നും പാറക്കല്ലുകൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കോൺക്രീറ്റ് കണ്ടെത്തി അല്ലേ. അതുപോലെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മരങ്ങൾ അല്ലേ, അതൊരു സ്ട്രോങ് വെർട്ടിക്കൽ ഒരു മെമ്പറാണ് അല്ലേ, ലോഡ് എടുക്കുന്ന ഒരു വെർട്ടിക്കൽ മെമ്പറാണ്. അതേ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ നമുക്ക് പലപ്പോഴും നമ്മുടെ ബിൽറ്റ് എൻവയോൺമെൻറ്റിൽ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ തൂണുകൾ ഉണ്ടാക്കി അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അവിടെ ബീമുകൾ അല്ലേ, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ തന്നെ ഹൊറിസോണ്ടലായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബിൽഡിങ്സ് വരുമ്പോൾ അവിടെ ബീമുകൾ ആവശ്യമാണ് അല്ലേ, പാലത്തിനും ബീമുകൾ ആവശ്യമാണ്, പാലം അല്ലേ, പാലങ്ങൾ, ഇങ്ങനെയുള്ള കുറേ അധികം സ്ട്രക്ചേഴ്സ് നമ്മൾ പ്രകൃതിയെ എങ്ങനെയാണോ അവിടെയുള്ള സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്നതായിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാം എന്നതിൻ്റെ ഉത്തരമായിട്ടാണ് ആക്ച്വലി ഈ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഈ സാൻഡ്, റോക്ക്, വാട്ടർ, സിമെൻറ്റ് തുടങ്ങിയ റോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ പണിയുമ്പോൾ, അല്ലെങ്കിൽ മുമ്പായിരുന്നെങ്കിൽ ലൈം കോൺക്രീറ്റ് ആയിരുന്നു, ഇപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് അല്ലേ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആധുനിക മനുഷ്യൻ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് സിവിലൈസേഷൻസ് പുതിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി, വീടുകളുണ്ടാക്കി അല്ലേ, എല്ലാ ടൈപ്പ് സ്ട്രക്ചേഴ്സും മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമാണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ അല്ലേ പിന്നിലേക്ക് നോക്കുമ്പോൾ ചരിത്രത്തിലൊക്കെ നമ്മൾ കാണുന്ന വലിയ ഹെവി സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോരോ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ ഇങ്ങനെ കാണുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പർ അല്ലേ, ഇതിനെ നമ്മൾ ബീം എന്ന് വിളിക്കും, മനസ്സിലായി. മുന്നോട്ട് ഇത് നമ്മുടെ ബീമാണ്. ഓക്കെ,
അപ്പോൾ ബീം കൂടാതെ ഇങ്ങനെ കാണുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്, ഇതിനെ നമ്മൾ കോളംസ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ അധികം വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ലോഡ് എടുക്കുന്നത് ഇവിടെയുള്ള കോൺക്രീറ്റ് സ്ലാബാണ്. ഓക്കെ, ആ സ്ലാബിൽ നിന്ന് അത് ബീമിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു സ്ലാബ് സിസ്റ്റത്തിൽ നിന്ന് അത് ബീമുകളിലേക്ക് പോകുന്നു, ആ ബീമിൽ നിന്ന് അത് കോളത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ലോഡ് ട്രാൻസ്ഫർ മെക്കാനിസംസ് ഇതൊക്കെ ആസ് എ സിവിൽ എഞ്ചിനീയർ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇങ്ങനൊരു ആംഫി തിയേറ്റർ കാണുന്നുണ്ട്, ഇതൊക്കെ പുരാതന കാലത്തിലെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യും എന്ന് അവൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫോഴ്സസിനെ എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്തെടുക്കാം, എങ്ങനെയൊക്കെ ഈ സ്ട്രക്ചേഴ്സ് ആദ്യ കാലം മുതൽ അനാദി കാലത്തേക്ക് എങ്ങനെയൊക്കെ ഈ സ്ട്രക്ചേഴ്സ് സ്റ്റേബിളായിട്ട് നിലനിർത്താം എന്നുള്ള ഒരു ബുദ്ധി, ഇത് മോഹൻജദാരോയിൽ കാണുന്ന സിറ്റാഡൽ ഉൾപ്പെടെയുള്ള സ്ട്രക്ചേഴ്സാണ്. ഇതിനകത്ത് തന്നെ അവർ വളരെ അതിമനോഹരമായിട്ട് ഡ്രെയിനേജ്, അതായത് ഓരോ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് അത് കൃത്യമായിട്ട് സ്യൂവറിലൂടെ ഒഴുകി എവിടെയാണോ പോകേണ്ടത് എന്ന് അവന് കൃത്യമായ ഒരു പ്ലാനിങ് അന്നത്തെ കാലത്ത് ക്രിസ്തുവിന് മുമ്പ് അല്ലേ, എത്രയോ ആയിരക്കണക്കിന് 5000 വർഷങ്ങൾക്ക് മുമ്പും മനുഷ്യൻ ഇതൊക്കെ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ ശാസ്ത്ര തത്വങ്ങൾ, ഈ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അവൻ്റെ കാലഘട്ടത്തിൽ അവൻ മുന്നോട്ട് വന്ന കാലങ്ങളിലുടനീളം അവൻ പഠിച്ചെടുത്ത ഓരോരോ ചെറിയ അറിവിൻ്റെ ശകലങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള കുറേ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി എന്ത് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനെ ഞാൻ ഇത്രയും കഥകളും ഇത്രയും കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കണ്ട കാഴ്ചയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുന്നു? സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാറ്റ്, നിസ്സാരം കേവലം ഒരു ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ മാത്രമല്ല അല്ലേ. അവൻ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഹാബിറ്റാറ്റ് ആണെങ്കിൽ കൂടിയും അതിനകത്ത് മനുഷ്യന് കംഫർട്ട് ഉണ്ടാവണം, അവൻ ഹെൽത്തി ആയിട്ട് അതിനകത്ത് ജീവിക്കണം എന്നുള്ള ചിന്തകൾ, അവൻ സേഫ് ആയിരിക്കണം എന്നുള്ള ചിന്തകൾ, അപ്പോൾ ഇതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അതുപോലെ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടു വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് കണ്ടു, ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആക്ട് ചെയ്യേണ്ട, എത്രയും വേഗം അവിടെ റീഹാബിലിറ്റേഷൻ ഒരുക്കുകയും എത്രയും വേഗം അവിടെ റിസ്റ്റോറേഷൻസ് നടത്തുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ആൾ സിവിൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അവിടെ ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രൊവൈഡ് ചെയ്യുക, അവിടെ പെട്ടെന്ന് തന്നെ സ്ട്രക്ചേഴ്സ് വീണ്ടും പഴയ പരുവത്തിലേക്ക് വീണ്ടും എത്തിക്കുക. പാലങ്ങൾ നോക്കൂ, ഒരു ബെയിലി പാലമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, പ്രകൃതിയിലെ വിഭവങ്ങൾ, പ്രകൃതിയിലെ റിസോഴ്സസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതൊക്കെ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. റിസോഴ്സസ് എന്ന് പറയുന്നത് നോട്ട് മിയർലി ദ മെറ്റീരിയൽസ്, അതിനകത്ത് മാൻ, മണി, മെറ്റീരിയൽ ഇതെല്ലാം ഇൻവോൾവ് ആണ്, ടൈം ഒക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് എങ്ങനെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ ഔട്ട്കംസ്, നമ്മുടെ ഗോൾസ് ഒക്കെ മീറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഒരു നല്ല ഡെഫിനിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് എ professional engineering stream which engages, എന്താണ് എൻഗേജ് ചെയ്യുന്നത്, സയൻറ്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്തിനാണ്, ടു പ്ലാൻ. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും, ഇപ്പോൾ അത് ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള റിക്വയർമെൻ്റ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, റോഡ് ആവശ്യമായിക്കോട്ടെ, ബ്രിഡ്ജിൻ്റെ ആവശ്യമായിക്കോട്ടെ, പ്രശ്നം മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ എന്താണ്, പ്ലാനിങ് ആണ്. മനസ്സിലായി? അപ്പോൾ എത്ര വലുപ്പത്തിൽ എത്ര ആൾക്കാരെ സെർവ് ചെയ്യണം, എത്ര കാലത്തേക്ക് ബിൽഡ് ചെയ്യണം, അപ്പോൾ അതിനകത്തൊരു പ്ലാനിങ് ഇൻവോൾവ് ആണ്. സോ പ്രിൻസിപ്പിൾസ് ടു പ്ലാൻ, ആദ്യം പ്ലാനിങ് ആണ് ആവശ്യം അല്ലേ. പ്ലാൻ ചെയ്ത ശേഷം നമ്മൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് വരേണ്ട ഔട്ട്കം എന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്യും. ഡിസൈനിനകത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഡിസൈനിൽ അങ്ങനെ ഒരു പാലം അവിടെ കെട്ടിയാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക്, വെള്ളം എത്ര വരെ ഉയരാം, വെള്ളം ഉയരുന്ന സമയത്ത് പാലം പൊളിഞ്ഞു പോകാൻ പാടില്ല, വെള്ളം ഉയരുന്ന സമയത്ത് ഗതാഗതം അപ്പോഴും നടക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കൺസിഡറേഷൻസ് കൂടെ നമ്മളവിടെ നോക്കണം. സോ പ്ലാനിങ്, ഡിസൈനിങ്, പിന്നെ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ. നോക്കുക, അപ്പോൾ സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന ഏറ്റവും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. ഈസ് എ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സ്ട്രീം വിച്ച് എൻഗേജസ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ടു പ്ലാൻ, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ. എന്തൊക്കെയാണ്? നാച്ചുറൽ ആൻഡ് ബിൽറ്റ് എൻവയോൺമെൻറ്റ്. മനസ്സിലായോ? പ്രകൃതിയിലുള്ള ഓൾറെഡി ഉള്ള ഒരു സംവിധാനമായിരിക്കാം, ഒരു വലിയ മലയായിരിക്കാം. ഓക്കെ, നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു ഹൈവേ ചെയ്യുമായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന മല അങ്ങോട്ട് ഇടിഞ്ഞു വീഴാൻ പാടില്ലെങ്കിൽ നമ്മളവിടെ ഒരു റീറ്റൈനിങ് സ്ട്രക്ചർ നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസിഡറേഷൻസ് നമ്മൾ അവിടുത്തെ പ്രകൃതിയിലെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യം മനസ്സിലാക്കി അവിടെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നു, അവിടെ വേണ്ടുന്ന ഡിസൈൻ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു, അവിടെ ഏതൊക്കെ ഫോഴ്സസ് വരാം, അത് ഇടിഞ്ഞ് വീഴാം അല്ലേ, അവിടെ മഴ പെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു വെള്ളത്തിൻ്റെ പ്രഷർ, സീപ്പേജ് ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു എർത്ത്ക്വേക്ക് അല്ലെങ്കിൽ വിൻഡ് പ്രഷർ, അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഏതൊക്കെ ഫോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഫോഴ്സസിനെ ഓവർകം ചെയ്യുന്ന തരത്തിൽ
വിധത്തിലുള്ള ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ അവിടെ ചെയ്യണം. അപ്പോൾ അതാണ് ഡിസൈൻ. അതുപോലെ കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ, ഇത് ആക്ച്വലി പണിയണം. അവിടെ കോൺക്രീറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കോൺക്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെ വേണം, ഏത് ആംഗിളിൽ ചെയ്യണം, എത്ര വലുപ്പത്തിൽ ചെയ്യണം, ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യണം. സൈറ്റിൽ ആക്ച്വലി ആൾക്കാർ നിന്ന് അല്ലേ, സിവിൽ എഞ്ചിനീയേഴ്സ് നിന്ന് അത് എൻഗേജ് ചെയ്യിക്കണം. അതുപോലെ മെയിൻ്റനൻസ്, ഭാവിയിൽ ഇതിനകത്ത് വരാൻ പോകുന്ന മുന്നോട്ട് വരാൻ ആവശ്യമുള്ള മെയിൻ്റനൻസ് ചെയ്യുന്നതും സിവിൽ എഞ്ചിനീയറിംഗ് പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. സോ നാച്ചുറൽ ആൻഡ് ബിൽറ്റ് എൻവയോൺമെൻറ്റിൽ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ടു ബിൽഡ് എന്തിനാണ്, ടു ബിൽഡ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്പേസസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് എന്തൊക്കെയാണ്, റോഡ്സ്, ബ്രിഡ്ജസ്, പിന്നെ ബിൽഡിങ്സ്, റെയിൽവേസ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൈപ്പ്ലൈൻസ്, സിവറേജസ്, ഡാംസ്, പവർ പ്ലാന്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യന് ആവശ്യമുള്ള, സൊസൈറ്റിക്ക് ആവശ്യമുള്ള പ്രൈവറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ പബ്ലിക് പോയിന്റ് ഓഫ് വ്യൂവിലും ആവശ്യമായിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ്, നിർമ്മിതികൾ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്ലാനും ഡിസൈനും കൺസ്ട്രക്റ്റും മെയിൻറ്റെയിനും ചെയ്യുന്നവരാണ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈനാണിത്. ഓക്കെ, കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറയാം. ഓക്കെ, എന്തൊക്കെയുണ്ടെന്ന് നോക്കി. ഇറ്റ്സ് എ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ എൻഗേജിംഗ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഫോർ പ്ലാനിംഗ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് നാച്ചുറലി ബിൽറ്റ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് ഡ്വെല്ലിങ്സ് ലൈക്ക് പ്രൈവറ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഹൗസസ്, അപ്പാർട്ട്മെൻറ്റ്സ്, ഓഫീസസ് ഒക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടും, അതുപോലെ പബ്ലിക് വർക്ക്സിൻ്റെ ഭാഗമായിട്ട് റോഡ്സ്, ബ്രിഡ്ജസ്, കനാൽസ്, ഡാംസ്, എയർപോർട്ട്സ്, റെയിൽസ്, സീവേജ് സിസ്റ്റം, പൈപ്പ് ലൈൻസ്, പവർ പ്ലാന്റ്സ്. അപ്പോൾ ഇതെല്ലാം സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്ലാൻ, ഡിസൈൻ, കൺസ്ട്രക്റ്റ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഈ ടേമുകൾ, ഈ കീവേഡ്സ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. എക്സാക്റ്റ് കീവേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ നല്ല പൊലിമയോടെ ഇരിക്കും, നിങ്ങൾ അറിവുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള വാക്കുകൾ, ആ കീവേഡ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വിത്ത് ഡ്യൂ കൺസിഡറേഷൻ ടു ഒപ്റ്റിമൈസേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതും ഒരു പോയിൻ്റാണ് അല്ലേ. വെറുതെ എല്ലാം ചിലവഴിച്ച് നാച്ചുറൽ റിസോഴ്സസിനെ എല്ലാം തീർത്ത് കളയാന്നുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അല്ല. ഇൻഫാക്ട് നിങ്ങൾ റോമൻ റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹെവി റോഡുകൾ, വളരെ വലിയ അടിത്തറ, വലിയ ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ട് വളരെ ഹെവി റോക്കുകളൊക്കെ വെച്ചിട്ട് റോഡ് ചെയ്ത റോമൻ റോഡുകൾ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ ഇന്നത്തെ നമ്മുടെ റോഡുകൾ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, ശരിയല്ലേ. നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സുകൾ മാത്രമാണ് ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആവശ്യത്തിൽ കവിഞ്ഞൊന്നും നമ്മൾ കൊടുക്കാറില്ല. എക്സ്ട്രാ കൊടുക്കുന്നതെന്നാണ്. ഇല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ വല്ല രാജവീതികളും എല്ലാം ആയിരിക്കണം. അല്ലാത്ത കേസുകളിൽ നമ്മൾ പണ്ടത്തെ പോലെ റാൻഡം ആയിട്ടുള്ള ഡിസൈൻസ് അല്ല, ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ഡിസൈനിലേക്ക് നമ്മൾ വരുന്നത്. സോ അതുകൊണ്ട് ഒപ്റ്റിമൈസേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് വിത്ത് നോ കോംപ്രമൈസ് ഇൻ ഫങ്ഷണാലിറ്റി. നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ അവിടെ ഫുൾഫിൽ ആവണം. അതുപോലെ ഇത് എനി സ്ട്രക്ചർ അത് ഡ്യൂറബിൾ ആയിരിക്കണം അല്ലേ. ഇന്ന് നമുക്കറിയാം മുല്ലപ്പെരിയാറിനെ പറ്റി ഒരുപാട് ന്യൂസുകൾ, അല്ലെ ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ന്യൂസുകളും ആശങ്കകളും ആകുലതകളുമായിട്ടാണ് നമ്മുടെ കേരള ജനത ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ എത്രമാത്രം ഡ്യൂറബിൾ ആണ്, എത്രമാത്രം സേഫ് ആണ്, എത്രമാത്രം സ്റ്റേബിൾ ആണോ അത്രയും നമുക്ക് മനുഷ്യന് ആശ്വാസവും മനുഷ്യന് ആയുസ്സും ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ, ഒരു നിർമ്മിതി, ഒരു സിവിൽ എഞ്ചിനീയർ പണിയുമ്പോൾ അത് ഫങ്ഷണൽ ആയിരിക്കണം. അവിടെ ഡാമാണ് പണിയുന്നതെങ്കിൽ ആ ഡാമിൻ്റെ പ്രവർത്തനങ്ങൾ, അവിടെ പവർ ജനറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പവർ ജനറേഷൻ നടക്കണം, ശരിയല്ല. അതാണ് ഫങ്ഷണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫങ്ഷണാലിറ്റി ഉണ്ടായിരിക്കണം, അത് ഡ്യൂറബിൾ ആയിരിക്കണം. ഓക്കെ, അത് വളരെ എളുപ്പം ചെറിയൊരു നാച്ചുറൽ കലാമിറ്റി, ചെറിയൊരു നാച്ചുറൽ ഫോഴ്സസിൻ്റെ ആക്ഷൻ വഴി അത് പെട്ടെന്ന് തകർന്നു ആയി പോകാൻ പാടില്ല. അപ്പോൾ അത് ഡ്യൂറബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സേഫ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ. അപ്പോൾ ഇതെല്ലാം നടക്കണം. ഓക്കെ, അതാണ് ഒരു സിവിൽ എഞ്ചിനീയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിൻ്റെ കരവിരുതെന്ന് എന്ന് പറയുന്നത് അതിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇൻ ജനറൽ റെലവൻസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ ഇതായിരിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡ് എന്താണെന്ന് ചോദിച്ചാലും ഫസ്റ്റ് ലൈൻ ഇതായിരിക്കണം. സിവിൽ എഞ്ചിനീയർ ആരാന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇതൊരിക്കലും ആ സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആ എഞ്ചിനീയേഴ്സ് നാളെ സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്നൊരു ചോദ്യം നിങ്ങൾ എവിടെ നേരിട്ടാലും നിങ്ങൾ മനസ്സിലാക്കുക, ഹീ ഹൂ പ്ലാൻ, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ ആസ് പെർ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്. മനസ്സിലായോ? ടു ഡെവലപ്പ്, എന്താ ഡെവലപ്പ് ചെയ്യേണ്ടത്? ടു ഡെവലപ്പ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഈസ് സേഫ്, ഡ്യൂറബിൾ, വിച്ച് ഈസ് ഹാവിങ് എ ലോങ്ങർ ലൈഫ്. മനസ്സിലായോ? ലോങ്ങറ്റിവിറ്റി ഉണ്ട്, ഡ്യൂറബിൾ ആണ്, സേഫ് ആണ്, സസ്റ്റൈനബിൾ ആണ്. സുസ്ഥിരത എന്നാണ് പറയുന്നത്. സുസ്ഥിരത എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് എല്ലാ കാലവും നിലനിന്ന് പോകണം അല്ലേ.
നാളെ നമ്മുടെ പ്രകൃതിയെ നാച്ചുറൽ റിസോഴ്സസിനെ ഒക്കെ കൺസർവ് ചെയ്യാതെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ കാലവും ഈട് നിൽക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന കുറച്ചധികം സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം. സോ ദാറ്റ് ബിക്കംസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായോ? ഇത് ഈ ഒരു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള ഭാഗം പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. അതാണ് സിവിൽ എഞ്ചിനീയറിൻ്റെ ധർമ്മം. ഓക്കെ, ഇനി ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ റോൾസ് എന്തൊക്കെയാണ്, അവനെ എങ്ങനെ റെലവൻ്റ് ആവുന്നു എന്നുള്ള ചോദ്യമുണ്ട് അല്ലേ. നിങ്ങൾക്ക് എ പാർട്ടിലോ ചോദിക്കാം, അല്ലെ ബി പാർട്ടിലോ ചോദിക്കാം റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അഗെയിൻ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവൻ്റെ പോസ്റ്റിൻ്റെ പേര് സിവിൽ എഞ്ചിനീയർ എന്നല്ല. ചില സ്ഥലങ്ങളിൽ ജൂനിയർ എഞ്ചിനീയർ, ചില സ്ഥലങ്ങളിൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ, ചില സ്ഥലങ്ങളിൽ സൈറ്റ് എഞ്ചിനീയർ, ചില സ്ഥലങ്ങളിൽ സീനിയർ എഞ്ചിനീയർ, ചില സ്ഥലങ്ങളിൽ റെയിൽവേ എഞ്ചിനീയർ, ചിലയിടത്ത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, ചിലയിടത്ത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ, ചിലയിടത്ത് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ. അപ്പം ഈവൻ ഇഫ് അവനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളാണെങ്കിലും അവൻ പല റോളുകൾ അവൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പ്രകൃതിയിലെ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും നിർമ്മിതികളിലും മെയിൻ്റനൻസിലും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ അവന് ചെയ്യാനുള്ള റോൾസ് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സിവിൽ എഞ്ചിനീയർ തന്നെയാണ് നിങ്ങൾ അർബൻ പ്ലാനറായിട്ടും. അർബൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിയുടെ പ്ലാനിങ്, ടൗൺ അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ പ്ലാനിങ്. ഓക്കെ, അർബൻ പ്ലാനർ, ടൗൺ പ്ലാനർ, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ, അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ആണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ നമ്മുടെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഫ്യൂച്ചറിൽ ഇത്ര വർഷത്തേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരാം അല്ലേ. നമുക്കൊരു പർട്ടിക്കുലർ സ്പോട്ടിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർസെക്ഷൻ്റെ നമ്മൾ ഡിസൈൻ വീണ്ടും ഡിസൈൻ ചെയ്ത് വീണ്ടും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കണോ, ട്രാഫിക് സിഗ്നൽസ് അവിടെ കൊടുക്കണോ, അപകടാവസ്ഥ ഉണ്ടെങ്കിൽ ആ വളവ് നമ്മൾ നിവർത്തണം, റോഡിൻ്റെ വീതി നമ്മൾ കൂട്ടണോ, അല്ലെങ്കിൽ അതിനകത്ത് അവിടെ വരുന്ന ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ അഡീഷണൽ ലെയിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണോ, വീതി കൂട്ടണോ, സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് സേഫ്റ്റി ഇൻസ്റ്റാളേഷൻസ് നമ്മൾ കൂട്ടണോ, കൂടുതൽ സൈൻ ബോർഡുകൾ വരണോ, കൂടുതൽ റോഡ് മാർക്കിങ്സ് വരണോ. അപ്പോൾ ഒരുപാട് ടൈപ്പ് പ്ലാനിങ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഫ്ലൈ ഓവേഴ്സ് വരണോ, അവിടെ ഒരു ബ്രിഡ്ജ് വരണോ, അതോ കുറച്ച് ദൂരം മാറി വേണോ അവിടെ ഒരു ബ്രിഡ്ജ് കൊടുക്കാനായിട്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പ്ലാനിങ്സ് ഇൻവോൾവ് ആണ്. അതുപോലെ ഈ പറയുന്ന പ്ലാനിങ്ങിന് ശേഷം ഒരു ഡിസൈൻ സ്റ്റേജ് ഉണ്ട്. ഡിസൈൻ സ്റ്റേജിൽ അത് പാലമായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ബുർജ് ഖലീഫ പോലെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അതിൽ ഇത്രയും ഹൈറ്റുള്ള ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ അതിനകത്ത് ഉള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്. ഒബ്വിയസ്ലി നമ്മൾ വിൻ ഫോഴ്സസിന് ഒരു വലിയ കൺസിഡറേഷൻ അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് സെൽഫ് വെയിറ്റ് ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ കാറ്റ് അടിക്കുമ്പോൾ അത് നിലം പൊത്താൻ പാടില്ല. അപ്പം ഏത് ഡയറക്ഷനിൽ എത്ര ഇൻറ്റൻസിറ്റിയിൽ കാറ്റ് വന്നാലും എന്താണ് അവന് പിടിച്ചിരിക്കാൻ പറ്റണം, ശരിയല്ലേ. അപ്പോൾ എല്ലാ ടൈപ്പ് ഫോഴ്സസ് ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സസിനെ അനലൈസ് ചെയ്യുക, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ്. ഇനി സ്ട്രക്ചേഴ്സിനെ പറ്റി പറയുമ്പം സ്ട്രക്ചേഴ്സ് നമുക്ക് പല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം, ആ മെറ്റീരിയൽ തന്നെ ഏത് സ്പെസിഫിക്കേഷനിലുള്ളതായിരിക്കണം, ഏത് ഗ്രേഡിലുള്ളതായിരിക്കണം, എത്ര സ്ട്രെങ്ത് ആയിരിക്കണം, അതിൻ്റെ തിക്നെസ് എത്ര വേണം, അതിൻ്റെ നീളം എത്ര വേണം, അതിൻ്റെ വീതി എത്ര വേണം, ഇതെല്ലാം ആക്ച്വലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയർ, അതുപോലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, ഏതൊരു പുതിയ ഡാം പണിയുന്നു അല്ലെങ്കിൽ പുതിയൊരു വിയർ ബരാജ് എന്തും ആയിക്കോട്ടെ, പുതിയൊരു വലിയ ഒരു ഹെവി സ്ട്രക്ചർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ പ്രോപ്പർ എൻവയോൺമെൻറ്റൽ സ്റ്റഡി, ഇമ്പാക്ട് സ്റ്റഡി. അവിടെ നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. അവിടുത്തെയൊക്കെ വയനാട് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ റീജിയൻസിലുള്ള കംപ്ലീറ്റ് കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ്, അതുപോലെ അവിടുത്തെ മൈനിങ് ആക്ടിവിറ്റീസ് എല്ലാം സഡൻ സ്റ്റോപ്പ് വരണം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഇമ്പാക്ട് സ്റ്റഡീസാണ്. ഈ ഇമ്പാക്ട് സ്റ്റഡീസ് നടത്തുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്. അതേ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ് നമ്മുടെ ശുദ്ധജലം ഉറപ്പുവരുത്തുന്ന, അതുപോലെ ഒരു ടൗണിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് അത് ട്രീറ്റ് ചെയ്തിട്ട് മാത്രം അല്ലേ അത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെ വേണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്ര അളവ് വരെ വേണം, അത് ഡിസ്പോസ് ചെയ്യുന്നെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഡിസ്പോസൽ മെക്കാനിസംസ് യൂസ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ, അതുപോലെ ജിയോ ടെക്നിക്കൽ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ, ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ കനാലുകളുടെ റൂട്ടിങ് മുതൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ, ഇറിഗേഷൻ എഞ്ചിനീയർ, കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്ന ഇറിഗേഷൻ എഞ്ചിനീയർ, കോൺട്രാക്റ്റിംഗ് എഞ്ചിനീയർ, ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്ടേഴ്സ് അല്ലെ അവരുടെ ഗ്രൂപ്പിലുള്ള അവരുടെ വർക്ക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് മോണിറ്റർ ചെയ്യാനൊക്കെ ആവശ്യമുള്ള കോൺട്രാക്റ്റിംഗ് എഞ്ചിനീയേഴ്സ്, അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജേഴ്സ്. ഈ നടത്തുന്ന കൺസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പർ ഒപ്റ്റിമൈസ്ഡ് രീതിയിലാണോ, റിസോഴ്സസ് ഒക്കെ പ്രോപ്പർലി മാനേജ്ഡ് ആണോ, ഈ റിസോഴ്സസ് ഒക്കെ കൃത്യമായിട്ടാണോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പണി ആവശ്യമില്ലാത്തടത്ത് ഒരുപാട് ആൾക്കാരെ
മാൻ മെഷീനറി ഒക്കെ കൊണ്ടേ അലോക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. എവിടെയാണോ വർക്ക് കൂടുതൽ അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യണം എങ്കിലേ കൃത്യമായ സമയത്ത് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് ടൈം മാനേജ്മെൻറ്റ്, റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒക്കെ ഇൻവോൾവ് ആണ്. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് കൺസ്ട്രക്ഷൻ മാനേജർ. അതുപോലെ ഡ്രാഫ്റ്റ്സ്മാൻ, ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുന്ന ആൾ, സർവേയർ, ഇതിനകത്തുള്ള അളവുകൾ അല്ലേ, സൈറ്റിലുള്ള സർവേ നീളവും വീതിയും ഒക്കെ അളക്കുന്ന ആൾ, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റർ, ഒരു ഡിസൈൻ കണ്ട് ഒരു ഡ്രോയിങ് കണ്ട ശേഷം ആ ഡ്രോയിങ്ങിനകത്ത് അത് കണ്ടിട്ട് അതിനകത്ത് എത്രമാത്രം കോൺക്രീറ്റ് ആവശ്യം വരാം, എത്രമാത്രം റോ മെറ്റീരിയൽസ് ആവശ്യം വരാം, എത്രമാത്രം സിമെൻറ്റ് ആവശ്യം വരാം എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റർ. സ്റ്റീൽ എത്ര വേണ്ടി വരും, അപ്പോൾ അതിന് പർച്ചേസ് എങ്ങനെ ചെയ്യണം, ഏത് സമയങ്ങളിൽ ചെയ്യണം, ഇതെല്ലാം ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്ററൊക്കെ ചെയ്യാം. അതുപോലെ കൺസൾട്ടൻ്റ് ഇൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരുപാട് കൺസൾട്ടൻസും സിവിൽ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഡൊമെയിനാണ്. അതുപോലെ ആസ് എ കൺസൾട്ടൻറ്റ്. അതുപോലെ മെയിൻ്റനൻസ് എഞ്ചിനീയർ, റോഡിൻ്റെ മെയിൻ്റനൻസ് ആവാം, ബ്രിഡ്ജസിൻ്റെ മെയിൻ്റനൻസ് ആവാം, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് ആവാം. സൈറ്റ് എഞ്ചിനീയേഴ്സ്, ക്വാളിറ്റി ടെസ്റ്റിംഗ് എഞ്ചിനീയർ, ഈ സൈറ്റിൽ നടത്തുന്ന യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ നല്ല പ്രോപ്പർ ക്വാളിറ്റിയിലുള്ളതാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ആൾ വേണം അല്ലേ. അത് യൂസ് ചെയ്ത മെറ്റീരിയൽസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ടെസ്റ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. ഓരോ പർട്ടിക്കുലർ കോറീസും അവിടെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് ആ മെറ്റീരിയൽ ആവശ്യത്തിന് ഡ്യൂറബിൾ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന സ്ട്രെങ്ത് ഉള്ള, ഇമ്പാക്ട് സ്ട്രെങ്ത് ഉള്ള, അബ്രേഷൻ സ്ട്രെങ്ത് ഉള്ള ഒക്കെയുള്ള നല്ല മെറ്റീരിയൽസ് ആണോ എന്നൊക്കെയുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സ്. ഈവൻ സോയിലിലും നമുക്ക് ടെസ്റ്റിംഗ് ആവശ്യമുണ്ട്. സേഫ്റ്റി എഞ്ചിനീയേഴ്സ്, ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഡിറ്റേഴ്സ്, ആർബിട്രേറ്റേഴ്സ്, ഡിസാസ്റ്റർ അസസ്മെൻറ്റ്സ് ചെയ്യുന്നവർ. അപ്പോൾ ഇതെല്ലാം സിവിൽ എഞ്ചിനീയറിംഗ് റോളുകളാണ്. നോക്കി, ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗും ഉണ്ട്, ഇൻഫിനിറ്റ് റോൾസാണ് ഉള്ളത്. വീണ്ടും വീണ്ടും ആഡ് ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് റോളുകൾ സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്യാറുണ്ട് അല്ലേ. റെയിൽവേയിൽ എഞ്ചിനീയർ ഉണ്ട്, എയർപോർട്ടിലെ റൺവേയിൽ, ടാക്സിവേയുടെ ഡിസൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഏരിയാസ്, മിലിറ്ററിയിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരുപാട് റോളുകൾ സിവിൽ എഞ്ചിനീയേഴ്സിൽ ചെയ്യാറുണ്ട്. അപ്പം ഒരു റെലവൻസ് എന്ന ചോദ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കുകയാണ്, ആ തോട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ്. സിവിൽ എഞ്ചിനീയർ ഇൻവോൾവ് ചെയ്യുന്ന ഏതൊക്കെ വേരിയസ് ഏരിയാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിനകത്ത് ഞാൻ വരിയായിട്ട് പലതും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനെയും പറ്റി ഇത് ആക്ച്വലി ഒരു കഥ പറച്ചിലായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട, അതായത് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയർ ഇൻ ദ സൊസൈറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ഈ ഡിസ്കഷനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എ പാർട്ടിലെ 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ബി പാർട്ടിലെ 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ABC ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ അതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് എ സിവിൽ എഞ്ചിനീയർ? ആരാണ്, എന്താണ് അവൻ്റെ റോൾ ഓഫ് എ സിവിൽ എഞ്ചിനീയർ, അവൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവൻ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവൻ്റെ റോൾസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്, അതുപോലെ റെലവൻസ് ഓഫ് എ സിവിൽ എഞ്ചിനീയർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിവിടെ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഹി പ്ലാൻസ്, അനലൈസ്, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ. ഇതെല്ലാം ഒരു ബേസിക് ധർമ്മങ്ങളാണ്. ഓക്കെ, അവൻ ചെയ്യുന്ന ബേസിക് കാര്യങ്ങളാണ്. ഇനി അവൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ഡൊമൈൻസിലാണ്, അത് ബിൽഡിങ്സ് ആവാം. ഓക്കെ, ഒരു ബിൽഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ആ ബിൽഡിങ്ങിന് ഇനി ഫർദർ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ബിൽഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ആ ബിൽഡിങ് കംഫർട്ടബിൾ ആയിരിക്കണം, അത് സ്ട്രോങ് ആയിരിക്കണം, അത് സേഫ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതെല്ലാം ബിൽഡിങ്സിൻ്റെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ HVAC എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു സിവിൽ എഞ്ചിനീയർ ഇൻവോൾവ് ആയിരിക്കണം അല്ലേ. അതിനകത്ത് ഇപ്പോൾ എയർ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അതിൻ്റെ ഡക്റ്റുകൾ എങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മുടെ എൻ്റയർ ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ്ങിനകത്ത് ഈ പറഞ്ഞ HVACയും പ്ലംബിങ്ങും ഇതെല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ അതും ഒരു സിവിൽ എഞ്ചിനീയർക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അലൈൻമെൻറ്റ്സ് എല്ലാം പ്രോപ്പർ അല്ല എങ്കിൽ അത് പിന്നീട് അല്ലേ ഒരു വലിയ അധിക ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലാനിങ് നേരത്തെ തന്നെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കൂടി ആലോചിച്ച് അത് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് ആക്ച്വലി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അതുപോലെ ഹൈവേസ്, റെയിൽവേസ്, ഇൻഫ്രാസ്ട്രക്ഷൻസ്, ട്രാഫിക്, ഇതും ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യേണ്ട അല്ലെ കൺസ്ട്രക്ട് ചെയ്യേണ്ട ഏരിയയാണ്. എയർപോർട്ട്, വാട്ടർവേസ്, ബ്രിഡ്ജസ്, ടണൽസ്, സബ്വേസ്, എനർജി സെക്ടറിലെ പവർ പ്ലാന്റ്സ്, ഇറിഗേഷൻ, ഹാർബേഴ്സ്, വാട്ടർ ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി പല ടൈപ്പ് ഡൊമൈൻസ് ആണ്, ശരിയല്ലേ. അപ്പോൾ സിവിൽ എഞ്ചിനീയർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പ്ലാൻ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഏതൊക്കെ ഡൊമൈനിൽ അവൻ വർക്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ബിൽഡിങ്സിലുണ്ട്, അവൻ റോഡ്സിലുണ്ട്, റെയിൽവേസിലുണ്ട്, എയർപോർട്ട്സിലുണ്ട്, വാട്ടർ ട്രീറ്റ്മെൻറ്റിലുണ്ട്, അതുപോലെ എനർജി സെക്ടറിലുണ്ട്, പവർ പ്ലാന്റ്സിലുണ്ട്. ഇവിടെ എല്ലാമാണ് അവൻ്റെ നിർമ്മിതികൾ വരുന്നത്. ഓക്കെ, ഇനി അവൻ്റെ റോൾസാണ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. പല ടൈപ്പ് പ്ലാനിങ്ങിലും പല ടൈപ്പ് ഡൊമൈൻസ്, സ്ട്രക്ചറൽ ഡിസൈനിലുണ്ട്, എൻവയോൺമെൻറ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, ജിയോടെക്, ഇവിടെയൊക്കെ അവൻ വർക്ക് ചെയ്യുന്നുള്ളതായിട്ട് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി
നമ്മൾ റെലവൻസിൻ്റെ അകത്ത് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ വർക്ക് എങ്ങനെ ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്ലാൻ, അനലൈസിസ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ് അവൻ ചെയ്യുന്ന വർക്ക്. അവൻ്റെ ഡൊമൈൻസ് ഏതൊക്കെയാണ്, എവിടൊക്കെ അത് ചെയ്യുന്നു, ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, എയർപോർട്ട്സ്, റെയിൽവേസ്, ഇവിടെയൊക്കെ അവൻ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന വർക്കുകളൊക്കെ അവൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. വർക്കുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അവൻ ഒരു സിവിൽ എഞ്ചിനീയർ ശ്രദ്ധിക്കേണ്ടത് അവന് ലഭ്യമായ റിസോഴ്സസിൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റ്, ഒപ്റ്റിമൽ മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ടോ. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, മാൻ, മണി, മെഷീനറീസ്, മെറ്റീരിയൽ, ഇതൊക്കെ കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ടോ. മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും, ടൈം മാനേജ്മെൻറ്റിലും എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനെ ഒക്കെ അത് ബാധിക്കും. അപ്പോൾ ഡ്യൂറേഷനെ ബാധിച്ചാൽ ഡെഫിനറ്റ്ലി എക്കണോമി ഓഫ് ദ പ്രൊജക്റ്റ് ഓൾസോ ഗെറ്റ്സ് ഓൾട്ടേർഡ് അല്ലേ, അതും വ്യത്യാസം വരും. അതിനകത്തും വളരെ വലിയ ഇമ്പാക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാൻ, മണി, മെഷീനറി, ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ, ഇവയുടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, ഇതെല്ലാം എൻഷുർ ചെയ്യണം. ഇനി ചെയ്യുന്ന വർക്കുകൾ അത്രയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം, ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരിക്കണം. ക്വാളിറ്റി അഷ്യൂറൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം ഓൾറെഡി ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് നമ്മൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്തു. ഫർദർ ക്വാളിറ്റി, വർക്ക് നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന മിക്സസ്, കോൺക്രീറ്റിൻ്റെ മിക്സ് കറക്റ്റാണോ, ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ടെക്നോളജീസ് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, മെഷീനറീസ് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ. അപ്പോൾ ക്വാളിറ്റി അഷ്യൂറൻസും ക്വാളിറ്റി കൺട്രോളും ചെയ്യണം, ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം വർക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ. അതുപോലെ ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും എന്താണ്, സ്ട്രക്ചർ സേഫ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, ഫങ്ഷണൽ ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. ഈ സേഫ്റ്റി എന്ന് പറയുന്നത് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമല്ല, ആക്ച്വലി വർക്കിങ്ങിൻ്റെ സമയത്ത് അല്ലേ, വർക്ക് സോൺ സേഫ്റ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ ഉള്ള ഓരോ വർക്കേഴ്സിനും, അവിടെ ആ പ്രവൃത്തിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു സേഫ് എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ചെയ്യുന്ന സ്ട്രക്ചർ ഡിസാസ്റ്റർ റെസിലിയൻസ് ഉണ്ടായിരിക്കണം, ഫ്ലഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇതെല്ലാമാണ് അവൻ കൺസിഡർ ചെയ്യേണ്ട ഫിലോസഫീസ് അല്ലെ, അവൻ്റെ വർക്കിംഗ് ഫിലോസഫിക്കകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ റെലവൻസിൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ അവിടെ ഒരു പിങ്ക് കളർ കാണുന്ന സ്ട്രക്ചറൽ, ജിയോ ടെക്നിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ റിസോഴ്സ്, സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കുറച്ച് ഏരിയാസ് നിങ്ങൾ കാണാം. ഇത് ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയാസാണ്. ഈ ഏരിയാസിനെ പറ്റിയും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതെങ്കിലും ഒരു 2 ഏരിയ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർ 2 ഏരിയ പറഞ്ഞിട്ട് അതെന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കുകയോ ചെയ്യാം. സോ അതുകൊണ്ട് യു ഹാവ് ടു എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ഡിസിപ്ലിൻസ് വിത്തിൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതും എക്സ്പെക്ട് ചെയ്യണം. സോ ഈ ഡിസ്കഷൻ്റെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് റെലവൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിന് അതിലേറെ റെലവൻസ് ഉണ്ട്. ഇത് എല്ലാ കാലവും അനാദി കാലത്തിലേക്കുള്ള ഒരു വലിയ വളർച്ചയിലും മുന്നേറ്റത്തിലും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എല്ലാ ടെക്നോളജീസിലും എല്ലാ ഡെവലപ്മെൻറ്റ്സിലും ഒക്കെ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ എല്ലാ ഏരിയാസിലും അവനുള്ള മുന്നേറ്റം പോലെ തന്നെ അതിനേക്കാട്ടിലും ഉപരിയായിട്ട് അതിനേക്കാട്ടിലും വലിയ ഒരുപാട് നാഴികക്കല്ലുകൾ കീഴടക്കി തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ യാത്ര. അപ്പോൾ നിങ്ങളോട് റെലവൻസ് എന്താണ്, സിവിൽ എഞ്ചിനീയർ ആരാണ്, സിവിൽ എഞ്ചിനീയറിംഗ് എന്താണ്, അല്ലെങ്കിൽ ഈ ഫീൽഡിൻ്റെ പ്രസക്തി എന്താണ്, സൊസൈറ്റിയിൽ സിവിൽ എഞ്ചിനീയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് തുടങ്ങിയുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഇൻഫിനിറ്റ് പോയിന്റ്സും ഉണ്ട്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ, സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്താ സിവിൽ എഞ്ചിനീയർ ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു പലവട്ടം, അവൻ ബേസിക്കലി ചെയ്യുന്നത് അവൻ പ്ലാൻ ചെയ്യുന്നു. സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ, എനി റിക്വയർമെൻറ്റ്, എനി നെസസിറ്റി, എനി പ്രോബ്ലം, എനി നാച്ചുറൽ ഡിസാസ്റ്റർ എന്തുമായിക്കോട്ടെ, ആ ഡിസാസ്റ്റർ വരുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോബ്ലം കാണുമ്പോൾ അവിടെ പ്ലാനിങ് ഉണ്ടാവണം. കൃത്യമായൊരു പ്ലാനിങ്, എന്തൊക്കെ ആയിരിക്കണം സൊല്യൂഷൻസ്, പല സൊല്യൂഷൻസ് മുന്നോട്ട് വരും. ആ ബ്രെയിൻ സ്റ്റോമിൽ ഉണ്ടാകുന്ന പല സൊല്യൂഷൻസിൽ നിന്ന് അതിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുക, ആ മികച്ചതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. സൊല്യൂഷൻസിൻ്റെ ഡിസൈൻ ആവശ്യമായിട്ടുണ്ട്. ഒരു പുതിയൊരു സ്ട്രക്ചർ കൊണ്ടുവരാനായിരിക്കുക, ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനായിരിക്കുക നമ്മുടെ സൊല്യൂഷൻ. ഒരു പക്ഷേ അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് എത്ര വലിപ്പം വേണം, എത്ര നീളം വേണം, വീതി വേണം, തിക്നെസ് വേണം തുടങ്ങിയുള്ള, അതിനകത്ത് എത്ര സ്റ്റീൽ യൂസ് ചെയ്യണം, വേറെ ഏതൊക്കെ മെറ്റൽസ് വേണം, കോമ്പോസിറ്റ് മെറ്റീരിയൽസ് എന്തെങ്കിലും വേണോ. അപ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ടുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആ മെറ്റീരിയൽസിൻ്റെ ഒക്കെ സ്പെസിഫിക്കേഷൻസ് ഏത് വേണം, ഗ്രേഡ് ഏത് വേണം, സ്ട്രെങ്ത് ഏത് വേണം. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസൈൻ എന്ന് പറയുന്നത്.
അതിനുശേഷം ഇത് ആക്ച്വലി ഫീൽഡിൽ കൊണ്ടുവരണം, എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവരണം, കൺസ്ട്രക്ഷനിലേക്ക് കൊണ്ടുവരണം. അതിനും ശേഷം ഈ സ്ട്രക്ചർ അല്ലെ ഇൻഫ്രാസ്ട്രക്ചർ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ദിസ് ഈസ് വാട്ട് എ സിവിൽ എഞ്ചിനീയർ ഡസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെലവൻസിൽ നിങ്ങൾക്ക് സംസാരിക്കാം. എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നോ സിവിൽ എഞ്ചിനീയർ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അത് വളരെ ഒരു കഥ പോലെ ഓർത്തിരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പ്ലാനിങ്, ഡിസൈനിങ്, എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റനൻസ്, അത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിനുശേഷം എന്താണ് ഇദ്ദേഹം അല്ലെ ഈ സിവിൽ എഞ്ചിനീയർ പ്ലാൻ, ഡിസൈൻ, എക്സിക്യൂഷൻ, മെയിൻ്റനൻസ് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്പേസസിൽ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അതിനകത്ത് ഒരുപാട് സ്മോൾ ആൻഡ് ലാർജ് സ്കെയിൽ സ്ട്രക്ചേഴ്സ് വരും അല്ലേ, വലിയ ഡാമുകൾ വരും, അല്ലെങ്കിൽ ചെറിയ വീടുകൾ വരും അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അതിനകത്ത് വരുന്നുണ്ട്. പബ്ലിക് സ്പേസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലങ്ങൾ കാണുന്നുണ്ട്, ഫ്ലൈ ഓവേഴ്സ് കാണുന്നുണ്ട്, വലിയ റോഡ് നെറ്റ്വർക്ക്സ് കാണുന്നുണ്ട്, എയർപോർട്ട്സ് അല്ലേ, റെയിൽസ്, പിന്നെ അതുപോലെ ചെറിയ വീടുകൾ അല്ലെ, ഹാബിറ്റാറ്റ്സ്, ഓഫീസ് സ്പേസസ്, അസംബ്ലി ബിൽഡിങ്സ്, ബിസിനസ് ബിൽഡിങ്സ്, അതുപോലെ വലിയ പവർ പ്ലാന്റ്സ്, ഡാമുകൾ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം ബിൽഡിങ്സ് മാത്രമല്ല ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നത്, റോഡ് നെറ്റ്വർക്ക്സ് മാത്രമല്ല ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നത്. ഒരു വലിയ വാട്ടർ സോഴ്സ്, ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വാട്ടർ സോഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട്, ഒരു പർട്ടിക്കുലർ റിവർ ആണെങ്കിൽ അവിടുന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തിനെ സ്റ്റഡി ചെയ്യുകയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുകയും അതിന് എന്തിൻ്റെ കുറവാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പെർമിസിബിൾ ലിമിറ്റ് കടന്നുള്ളതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്ത്, ഒരു ഡോക്ടറെ പോലെ അസുഖങ്ങൾ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്ത് അതിനെ നല്ല ശുദ്ധജലമാക്കി മാറ്റി അതിനെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ് സിവിൽ എഞ്ചിനീയർ. അപ്പോൾ ഇതാണ് അവൻ്റെ ബേസിക് ആയിട്ടുള്ള അവൻ്റെ ദൗത്യങ്ങൾ. ഓക്കെ, ഇനി അവൻ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു, സിവിൽ എഞ്ചിനീയർ എന്തൊക്കെ ചെയ്യുന്നു, അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു അല്ലെ. ബിൽഡിങ്സ്, ആ ബിൽഡിങ്സ് ഫയർ സേഫ് ആയിരിക്കണം, അവിടുത്തെ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻസ് പ്രോപ്പർ ആയിരിക്കണം, കംഫർട്ട്സ് ഉണ്ടായിരിക്കണം, സേഫ്റ്റി മാത്രമല്ല കംഫർട്ടും ഒരേ സമയം ഉണ്ടായിരിക്കണം അല്ലേ. ബ്രിഡ്ജസ്, ടണൽ, സബ്വേസ്, എനർജി സെക്ടർ, ഡാം, പവർ പ്ലാന്റ്സ്, ഇറിഗേഷൻ കനാൽസ് അല്ലേ. ഈ കനാലുകളില്ല എങ്കിൽ റിമോട്ട് ഏരിയാസിലൊന്നും കൃഷി നടക്കത്തില്ല അല്ലേ. നമ്മുടെ ജനം പല നാടുകളിൽ പോയി അധിവസിക്കുമ്പോൾ, പല നാടുകളിൽ വളരെ വെള്ളം കിട്ടാത്ത ഏരിയാസിൽ പോയി താമസിക്കുമ്പോഴും ആ നാട്ടിൽ ആ ഭരണകൂടത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കൊക്കെ ശുദ്ധജലം എത്തിക്കുക, അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ ജലം എത്തിക്കുക, അവർക്ക് വേണ്ടുന്ന റിസോഴ്സസിനെ എത്തിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം അത്തരത്തിൽ ഇറിഗേഷൻ കനാൽസ്, ഹാർബേഴ്സ്, ഹൈവേസ്, ഇൻ്റർസെക്ഷൻസ്, ട്രാഫിക് സിഗ്നൽസ്, റെയിൽവേസ്, എയർപോർട്ട്, ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സിവിൽ എഞ്ചിനീയർ ആണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം അതിൻ്റെ ക്രക്സ് ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും അവൻ ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അവൻ്റെ ഡിസൈനിലും അവൻ്റെ കൺസ്ട്രക്ഷനിലും അവൻ്റെ എക്സിക്യൂഷനിലും ഒക്കെ അവൻ്റെ മനസ്സിൽ കുറേ അധികം കാര്യങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയാണ്? ഒന്ന്, ഈ നാട് പറയുന്ന നിയമങ്ങൾ, ഈ നാടിൻ്റെ നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെ, അല്ലെങ്കിൽ കേരള ബിൽഡിംഗ് റൂൾസ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്സ്. അപ്പോൾ ഈ കോഡ്സ്, ഈ നിയമങ്ങൾ, ഇതൊക്കെ പാലിച്ചാണോ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്? ഈ കൺസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്തപ്പോൾ ഈ പറയുന്ന റൂൾസും കോഡുകളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്താണ്, അഡിയർ ചെയ്തിട്ടാണോ ഇത് കൺസിഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഭാവനയിൽ എന്തും വിരിയും അല്ലേ. ഒരു ആർക്കിടെക്റ്റിന് ഇൻഫിനിറ്റ് ആയിട്ട് അവൻ്റെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത്, അവൻ്റെ ഭാവന യൂസ് ചെയ്ത് എന്തും ചിന്തിക്കാം. മനസ്സിലായില്ലേ? ഒരു ആർക്കിടെക്റ്റിന് വേണമെങ്കിൽ ഈ ആകാശം മുഴുവൻ മറച്ചു വെക്കുന്ന ഒരു റൂഫ് ആർക്കിടെക്റ്റിന് അസ്യൂം ചെയ്യാം. പക്ഷേ സിവിൽ എഞ്ചിനീയർക്ക് അത്തരം ഒരു റൂഫിൻ്റെ അടിയിൽ ഡെഫിനറ്റ് ആയിട്ടും ആ റൂഫ് ഫെയിൽ ആവാതിരിക്കാനുള്ള തൂണുകളെ സങ്കല്പിച്ചേ പറ്റുള്ളൂ. മനസ്സിലായി? ഒരു ആർക്കിടെക്റ്റിന് ഒരുപാട് മായിക ലോകം സ്വപ്നം കാണാൻ സാധിക്കും, ഒരു ആർക്കിടെക്റ്റിന് എന്തും സ്വപ്നം കാണാൻ സാധിക്കും. പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ സപ്പോർട്ടിങ് സിസ്റ്റം വേണം, എങ്ങനെയൊക്കെ അത് സപ്പോർട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന, അതിൻ്റെ ലോജിക്കിൻ്റെ ഭാഗം ചിന്തിക്കുന്ന, അതിൻ്റെ സയൻസിൻ്റെ ഭാഗം ചിന്തിക്കുന്ന, അതിൻ്റെ ഫോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ചിന്തിക്കുന്ന ആളാണ് ഒരു സിവിൽ എഞ്ചിനീയർ. അതാണ് സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ആർക്കിടെക്റ്റ് അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗം അല്ലെ, കൺവീനിയൻസിൻ്റെ ഭാഗം, അതിൻ്റെ ബ്യൂട്ടി അല്ലെ, അതിൻ്റെ ആംബിയൻസ്, അതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ഫസാഡ്, അതിൻ്റെ ലുക്ക് അല്ലെ, ഇതൊക്കെയാണ് ആർക്കിടെക്റ്റിൻ്റെ ഭാഗം. പക്ഷേ ഒരു സിവിൽ എഞ്ചിനീയർ അവിടുത്തെ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അവിടുത്തെ സ്റ്റെബിലിറ്റി, ഇതിനെയൊക്കെ പറ്റി വളരെയധികം ഫോക്കസും എഫേർട്ടും കൊടുക്കുന്ന ആളാണ് സിവിൽ എഞ്ചിനീയർ. ഓക്കെ, അപ്പം ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോഡുകളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ നാഷണൽ ബിൽഡിംഗ് കോഡും ബിൽഡിംഗ് റൂൾസും മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു CRZ നോംസ് ഉണ്ട്, കോസ്റ്റൽ റെഗുലേറ്ററി സോൺ നോംസ് ഉണ്ട്. അതായത് ഗവൺമെൻറ് ചെയ്യരുത്, കൺസ്ട്രക്ട് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആവരുത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സൈറ്റിൻ്റെ സെലക്ഷൻ, ഓക്കെ, അതും ഒരു നല്ല സൈറ്റ് ആയിരിക്കണം. ആ പർപ്പസ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബിൽഡിങ്ങിന് യോജിച്ച സൈറ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ സൈറ്റിൽ അതുപോലെ വീണ്ടും താഴേക്ക് പോകുമ്പോൾ, സർഫസ് ലെവലിൽ നിന്ന് താഴേക്ക് സബ് സർഫസിലേക്ക് പോകുമ്പോൾ ആ സോയിലിനെ പറ്റി ടെസ്റ്റ് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരിക്കണം. സോയിലിനകത്ത് ക്ലേ ആണോ, സാൻഡ് ആണോ, ഏത് ടൈപ്പ് സോയിലാണ് താഴേക്ക് വരുന്നത്, വാട്ടർ ടേബിൾ എവിടെയാണ്, ഏത് ആഴത്തിലാണ് നമുക്ക് ഹാർഡ് സ്ട്രാറ്റ ഉള്ളത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം
േണ്ടതായിട്ടുണ്ട്. ഇനി ആ പർട്ടിക്കുലർ സബ്സർഫസ് പ്രൊഫൈലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിംഗ് ആയിരിക്കണം മേളിൽ കൊടുക്കേണ്ടത്. അങ്ങനെ അല്ല എങ്കിൽ ലോഡിങ്ങിനെ താങ്ങാൻ ആ മണ്ണിന് സാധിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പ്. ഒരു മാർഷി ലാൻഡാണ്, ഒരു കുട്ടനാട് പോലെ ബ്ലാക്ക് കോട്ടൺ സോയിലുള്ള സ്ഥലമാണ്, ക്ലേ സാൻഡ് സോയിലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആ സോയിലിന് ട്രീറ്റ്മെന്റ്സ് ചിലപ്പോൾ വേണ്ടി വരാം, സോയിലിനെ മോഡിഫൈ ചെയ്യേണ്ടി വരാം. അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൺസ്ട്രക്ഷൻ സമയത്ത് സിവിൽ എഞ്ചിനീയർ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്, ഡിസൈൻ്റെ സമയത്തും എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ജിയോ ടെക്നിക്കൽ കൺസിഡറേഷൻസ്, അതുപോലെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ ആ പർപ്പസ് സെർവ് ചെയ്യണം, റൂൾസ് അല്ല. ഇപ്പോൾ നിസ്സാരം നമ്മളൊരു റോഡ് കാണുമ്പോൾ ആ റോഡിന് പല ലെയിൻസ് ഉണ്ട്, ആ ലൈനിനെല്ലാം കൃത്യമായ വീതികളുണ്ട്. റോഡിൻ്റെ സൈഡിൽ ഒരു ഫുട്പാത്ത് ഉണ്ടെന്നിരിക്കട്ടെ, ആ ഫുട്പാത്തിന് ഒരു കൃത്യമായ ഒരു ഡയമെൻഷൻ ഉണ്ട്. ആ ഫുട്പാത്തിലൂടെ ഒരു സൈഡിലേക്ക് മാത്രം ആൾക്കാർക്ക് നടന്നാൽ പോരാ, രണ്ട് വശത്തേക്ക് നടക്കാൻ പറ്റണം അല്ലേ. അതുപോലെ ആ ഫുട്പാത്തിലൂടെ ചിലപ്പം സാധാരണ മനുഷ്യന്, ആരോഗ്യമുള്ള മനുഷ്യന് മാത്രം നടന്നാൽ പോരാ, അതിലേക്കൂടെ ഒരു പക്ഷേ ഒരു വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനുള്ള വീതി, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം രണ്ട് വീൽ ചെയർ വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ രണ്ട് കൂട്ടർക്കും പോകാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മിനിമം ഒരു 1.8 മീറ്ററിന്റെ വീതി എങ്കിലും അതുകൊണ്ട് കോഡ് പ്രിസ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള, കൺവീനിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഡുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ട ആരാണ്? സിവിൽ എഞ്ചിനീയർ ആണ്. അതുപോലെ ക്വാളിറ്റി ആസ്പെക്ട്, നിങ്ങളുടെ സൈറ്റ്, ആ സൈറ്റിലെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അവിടെ കുഴയ്ക്കുന്ന കോൺക്രീറ്റ്, ആ കോൺക്രീറ്റ് കുഴയ്ക്കുമ്പോഴത്തേക്കും വെള്ളവും സിമെൻറ്റും മെറ്റലും ഇതെല്ലാം കൂടെ, സാൻഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആവും. പക്ഷേ ഏത് കോൺക്രീറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺക്രീറ്റിന് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ സ്ട്രെങ്ത് ഇത്ര ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായെങ്കിൽ ആ പ്രപ്പോർഷനിൽ നല്ല കൺട്രോൾ നമ്മുടെ ഉണ്ടായിരിക്കണം. വെള്ളം ആഡ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, ചുമ്മാ വെറുതെ കോരി ഒഴിക്കാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പണിക്കാർ പറയുന്നത് കേൾക്കാം, വെള്ളം കോരി ഒഴിച്ചാൽ എന്താ കുഴപ്പം, അതൊക്കെ ഉണങ്ങി പോകുന്നതല്ലേ എന്ന്. ഒരിക്കലും അത്തരം പണിക്കാരുടെ ചെവിയിൽ നിന്ന്, വായിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ചെവിയിലാക്കി അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന എഞ്ചിനീയർ ആയി പോകരുത്. നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കേണ്ട, ഡയറക്ഷൻസ് കൊടുക്കുന്ന ആളായിരിക്കണം. മനസ്സിലായി? അപ്പം വെള്ളം വെറുതെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ സിമെന്റിന്റെ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും, ബോണ്ടിങ് പ്രോപ്പർട്ടി കുറയും, സ്ട്രെങ്ത് കുറയാനാണ് സാധ്യത. അപ്പോൾ വെള്ളം വെറുതെ കോരി ഒഴിക്കുക, വെള്ളം ആഡ് ചെയ്യുന്നതൊക്കെ ഒരു കൺട്രോളിലായിരിക്കണം. എല്ലാ കാര്യങ്ങളും അതിനകത്തൊരു പർട്ടിക്കുലർ പ്രപ്പോർഷനിൽ തന്നെ ആയിരിക്കണം ആ മിക്സിങ് നടക്കണം. അപ്പം ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷ്വറൻസ്, ഇതെല്ലാം ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യേണ്ട. സൂപ്പർവിഷൻ വർക്കേഴ്സിന് പല രീതിയിൽ ചെയ്യും. ഇപ്പം നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ കോൺക്രീറ്റ് പ്രോപ്പർലി കോമ്പാക്ട് ചെയ്യണം. നിങ്ങൾ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ചില സൈറ്റിലൊക്കെ പോകുമ്പോൾ, ലോക്കൽ സൈറ്റിലൊക്കെ പോകുമ്പോൾ കമ്പി കൊണ്ട് അത് കുത്തി ആയിരിക്കും ചിലപ്പോൾ കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ വാട്ട് എവർ ബി ദ കേസ്, കോൺക്രീറ്റ് പ്രോപ്പർലി കോമ്പാക്ട് ചെയ്തിരിക്കണം. ഇനി അതിനുശേഷമോ കോൺക്രീറ്റിനകത്തുള്ള ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ അതിന് മേളിൽ വെള്ളത്തിൻ്റെ പാളികൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് മേളിൽ നമ്മൾ നനച്ച ചാക്കിടും അല്ലേ, അല്ലെങ്കിൽ ഷീറ്റ്സ് ഇട്ടിട്ട് അതിന് മേളിൽ വെള്ളം ഒഴിച്ചു വെക്കും. അപ്പം അങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കണം കോൺക്രീറ്റ് അല്ലേ. അപ്പോൾ അത് അതിൻ്റെ ക്യൂറിങ് പീരീഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആസ്പെക്ട്സ് ആക്ച്വലി ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കേണ്ടത് സിവിൽ എഞ്ചിനീയർ ആണ്. കാരണം ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ അവിടുത്തെ ബോട്ടം ടയറിലുള്ള ജോലിക്കാർക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങളിലൊന്നും നിശ്ചയം ഉണ്ടാവില്ല. അവർ വെള്ളം എന്തിനാ ഒഴിക്കുന്ന അവർക്ക് അറിയത്തില്ല. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും മാത്രം ഒഴിക്കാമെന്നായിരിക്കും അവർ ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കുക. അല്ല, നമ്മൾ കോൺക്രീറ്റിൻ്റെ ഉള്ളിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ അതിന് പുറമേ ജലത്തിൻ്റെ പാളി നമ്മൾ കൊടുക്കുമ്പോൾ, എക്സ്ട്രാ വെള്ളത്തിൻ്റെ ലെയേഴ്സ് നമ്മൾ നനച്ച തുണിയിലൊക്കെ വഴി നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം കെട്ടി നിർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവാപ്പറേഷൻ വഴി ആ വെള്ളമേ നഷ്ടപ്പെടുകയുള്ളൂ, കോൺക്രീറ്റിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്ന വെള്ളം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. സോ ഈ കൺസിഡറേഷൻസ്, ഈ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ അറിയുന്നത് സിവിൽ എഞ്ചിനീയർക്കാണ്, അല്ലാതെ അവിടുത്തെ പണിക്കാരന് അത് അറിയണമെന്നില്ല. അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം, അതിൽ തെറ്റുകളുണ്ടായിരിക്കും. അപ്പം ഈ കാര്യങ്ങളെല്ലാം സൂപ്പർവിഷൻ, ഫയർ സേഫ്റ്റി, വർക്ക് സോൺ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വർക്ക് നടക്കുമ്പോൾ നമ്മൾ സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ ഒരു പാലം പണി ആയിക്കോട്ടെ, ഒരു സ്ലാബ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടിഞ്ഞു വീഴുന്ന സ്ട്രക്ചേഴ്സ് ഒരുപാട് നിങ്ങൾ കാണും. അപ്പോൾ ആ വർക്ക് സോണിലെ ഓരോ പണിക്കാരൻ്റെയും ജീവൻ, അത് അല്ലേ, അതിനൊരു വലിയ വിലയുണ്ട്. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ജീവനെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് പണിയാനായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ വന്നിരിക്കുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് നമ്മളെങ്കിൽ, ആ സ്ട്രക്ചർ പണിതുകൊണ്ടിരിക്കുന്ന സമയത്തും വീഴാൻ പാടില്ല, നാളെ പണിതിന് ശേഷവും വീഴാൻ പാടില്ല. അപ്പം വർക്ക് സോൺ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൊടുത്തിരിക്കേണ്ട ഫോം വർക്കുകൾ, അതിന് കൊടുത്തിരിക്കുന്ന സ്കഫോൾഡിങ്ങുകൾ, അതൊക്കെ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ ഈ സ്ലാബൊക്കെ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വീടുകളിലൊക്കെ കൺസ്ട്രക്ഷൻസ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിനെ താങ്ങി നിർത്താനായിട്ട് നമ്മൾ അഡീഷണൽ ടെമ്പററി സ്ട്രക്ചേഴ്സ് കൊടുക്കും. കോൺക്രീറ്റ് ഹാർഡ് ആയതിനു ശേഷമായിരിക്കും അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആരാ? സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ അതുപോലെ ആ ബിൽഡിങ് ഡ്യൂറബിൾ ആണ്, സസ്റ്റൈനബിൾ ആണ്, ലോങ്കറ്റിവിറ്റി ഉണ്ട്, അതിന് യൂസ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്
നല്ലതാണ്. ഓക്കെ, നമ്മൾ മണൽ കോൺക്രീറ്റ് ഉണ്ടാക്കാനായിട്ട് മണലെടുക്കുമ്പോൾ മണലിനകത്ത് ചെളി ഉണ്ടാവാൻ പാടില്ല, ക്ലേ ഉണ്ടാവാൻ പാടില്ല. മണൽ നല്ല പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അധികം എന്താണ് കാര്യങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് സിവിൽ എഞ്ചിനീയറാണ്. സോ ഇതെല്ലാം സിവിൽ എഞ്ചിനീയറിൻ്റെ റെലവൻസ് ആണ്, അവൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാം. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫാക്ടേഴ്സ് which a civil engineer must consider while he is in the role of a site engineer, അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിൻ്റെ റോളിൽ അവൻ നിൽക്കുമ്പോൾ അവൻ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളെല്ലാം അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അവൻ്റെ റെലവൻസിൽ പെടും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സോ അവൻ എന്ത് ചെയ്യുന്നു, പ്ലാനിങ്, ഡിസൈൻ, എക്സിക്യൂഷൻ, മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അവൻ എന്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നു, അവൻ ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അത് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് എല്ലാം, ഡാംസ്, കനാൽസ് എല്ലാം പറഞ്ഞു. ഇനി അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവൻ എൻഷുർ ചെയ്യേണ്ടത് എന്താണ്, അവൻ്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, അവൻ അപ്ലൈ ചെയ്യേണ്ട സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ആസ് സ്റ്റുഡൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫർദർ സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന റോളുകൾ, പല റോളുകൾ അവൻ കൈയാളുന്നുണ്ട്. അവൻ ഒരേ സമയം ഒരേ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ഒരുപാട് റോളുകൾ ആ സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓവറോൾ കോൺട്രിബ്യൂഷൻസ് പരിഗണിക്കുമ്പോൾ ഒരു ബിടെക് സിവിൽ കഴിഞ്ഞ വ്യക്തി ആയിരിക്കാം, അവനെ ആയിരിക്കാം നമ്മൾ പല റോളുകൾ, അല്ലെ, അവനൊരു പരീക്ഷ എഴുതി അവൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ തന്നെ പല റോളുകൾ അവന് ചെയ്യാനുണ്ട്. അവൻ ഒരുപക്ഷെ ഒരു ഹാർബർ എഞ്ചിനീയർ ആയിരിക്കാം, ഇറിഗേഷൻ എഞ്ചിനീയർ ആയിരിക്കാം, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയർ ആയിരിക്കാം, ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്ന എഞ്ചിനീയർ ആയിരിക്കാം, അർബൻ പ്ലാനർ ആയിരിക്കാം, ടൗൺ പ്ലാനർ ആയിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ ആയിരിക്കാം, അവർ സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയർ ആയിരിക്കാം, എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആയിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആയിരിക്കാം, ഫൗണ്ടേഷൻ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറിഗേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഇറിഗേഷൻ എഞ്ചിനീയർ ആയിരിക്കാം, കനാലിൻ്റെ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ സൈറ്റിലെ കൺസ്ട്രക്ഷൻ്റെ റിസോഴ്സ് അലോക്കേഷൻ, മാൻ, മെറ്റീരിയൽ, മണി, അല്ലേ, മെഷീനറീസ്, ഇതിനെയൊക്കെ അലോക്കേറ്റ് ചെയ്യുന്ന, ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന, ഇതിനെയൊക്കെ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് മാനേജ് ചെയ്യുന്ന ഒരു നല്ല കൺസ്ട്രക്ഷൻ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ അവനൊരു ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിരിക്കാം, അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഓഡിറ്റർ ആയിരിക്കാം. അതായത് ഓൾറെഡി ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അല്ലെ, കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഈ ക്ലയൻറ്റും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസുകൾ, ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടോ, സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഇപ്പോൾ കോൺക്രീറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ ഇത്ര M³ കോൺക്രീറ്റ് അവിടെ യൂസ് ചെയ്യുമ്പോൾ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കോൺക്രീറ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്ട്രക്ചർ, ഒരു ബ്രിഡ്ജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മെട്രോ റെയിലിൻ്റെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഒരു മെട്രോ റെയിലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഓരോ മൈന്യൂട്ട് പ്രിസൈസ് ഡീറ്റെയിൽസും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. നിങ്ങൾ നോക്കുമ്പോൾ ആ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോമിനും ട്രെയിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ചെറിയ സെൻറ്റിമീറ്ററുകൾ പോലും അവിടെ വലിയ വലിയ ഫാക്ടേഴ്സ് ആവുന്ന സാഹചര്യം ഉണ്ട്, അല്ലേ. അപ്പോൾ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ആ വർക്കിലും സൂപ്പർവിഷനിലും എത്രമാത്രം ശ്രദ്ധ ചെലുത്തണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ. അവിടെ റെയിൽസിനകത്ത് ഈ തീവണ്ടി ഓടുന്ന ആ റെയിൽ വെച്ചിരിക്കുന്ന സ്ലീപ്പറുകൾ, അല്ലേ, സാധാ റെയിൽവേ പ്ലാറ്റ്ഫോംസിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് റെയിൽ പാളത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ പാളത്തിൻ്റെ താഴെ എന്തൊക്കെ ഉണ്ടാവും, സ്ലീപ്പേഴ്സ് ഉണ്ടാവും. അവിടെ നിറച്ചിരിക്കുന്ന മെറ്റൽ കല്ലുകളെ നമ്മൾ ബെല്ലാസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും അത് അടുക്കി വെച്ചിരിക്കുന്നത്, അതിനൊരു സ്ലോപ്പ് ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ എവിടെയും എല്ലായിടത്തും ഒരു സിവിൽ എഞ്ചിനീയർ ഇൻവോൾവ് ആകുമ്പോൾ അവൻ നിയമങ്ങളെല്ലാം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം, കോഡുകളെല്ലാം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം, മെറ്റീരിയൽസ് എല്ലാം സേഫാണ്, മെറ്റീരിയൽസ് എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ്, അത് എല്ലാം നമ്മൾ പ്രോപ്പർ സ്ട്രെങ്ത്തും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഉള്ള മെറ്റീരിയൽ ആണ് എന്ന് ഇതെല്ലാം എൻഷുർ ചെയ്യേണ്ടത് സിവിൽ എഞ്ചിനീയർ ആണ്. സോ ഓവറോൾ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയർ എന്താണെന്ന്, അവൻ ചെയ്യുന്ന പണി എന്താണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അവൻ ചെയ്യുന്ന റോളുകൾ കണ്ടില്ല, ഇൻഫിനിറ്റ് റോളുകളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ട ആളാണ്. സോ സൊസൈറ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ആസ് എ സിറ്റിസൺ നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ എൻജോയ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ വിയർപ്പാണ്, അല്ലെങ്കിൽ ആ ആളുടെ കഷ്ടപ്പാടുകളാണ് നമ്മൾ ആസ്വദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നാളെ നിങ്ങൾ അത്ര ഒരു റോളിലേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിയമം അത് അറിയുക തന്നെ വേണം, അല്ലെ, ഇതിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അത് അറിയുക തന്നെ വേണം. അത് പഠിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഒരു നല്ല കൺസ്ട്രക്ഷൻ, ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് തരാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മാറ്ററാണത്. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലേ നാളെ ഈ നാട്ടിൽ നല്ല രീതിയിലുള്ള പുരോഗതി അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയുള്ളൂ. റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു റോഡിന് സൈഡിൽ എന്തൊക്കെ ഉണ്ടാവണം,
ഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഡക്റ്റുകൾക്കകത്തൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും അല്ലെങ്കിൽ BSNLന്റെ കേബിളും ഒക്കെ പോകും. അത് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ റോഡിൻ്റെ നടുക്ക് റോഡിനകത്ത് തന്നെ ഈ പറഞ്ഞ പൈപ്പുകളും കേബിളുകളും കിടക്കുന്നതുകൊണ്ടാണ് ഇവർ തോന്നുന്ന സമയത്തെല്ലാം വന്നത് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനകത്തൊരു പ്ലാനിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴും ചിലപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ഒരു കോർഡിനേഷൻ്റെ ആവശ്യമുണ്ടാവും. ഇതെല്ലാം ആക്ച്വലി എന്താണ്, അതിനകത്ത് ഒരു മാനേജ്മെൻറ്റ് ഉണ്ട്. അതാണ് കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾദോ നിങ്ങളുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സൈറ്റ് എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ഈ പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട റോളിലാണ് ഒരു സിവിൽ എഞ്ചിനീയർ, ബിടെക് കഴിയുന്ന ഒരു സിവിൽ എഞ്ചിനീയർ ഉള്ളത്. അപ്പോൾ അറിവില്ലെങ്കിൽ, ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായ അവബോധമില്ലെങ്കിൽ, ബോധ്യമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കൺസ്ട്രക്ഷനിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നിസ്സാരം ഒരു പാലം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൾവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്റ്റീൽ കെട്ടിവെക്കും, അല്ലെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റീലെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഡ്രോയിങ് കാണുമ്പോൾ മനസ്സിലായില്ലേ, ഡിസൈനിൻ്റെ ഡ്രോയിങ് കാണുമ്പോൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ആ സ്റ്റീലും അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റീല് ഡ്രോയിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് 20 mm സ്റ്റീലാണെങ്കിൽ സൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് 20 mm സ്റ്റീലാണോ? ഡ്രോയിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് 2 സ്റ്റീൽ ബാറിന് ഇടയ്ക്കുള്ള സ്പേസിങ് ഇത്ര സെൻറ്റിമീറ്റർ ആണ്, അത് തന്നെയാണോ സൈറ്റിലുള്ളത്? അപ്പോൾ സ്പേസിങ്, ഇതിന് ഡയമീറ്റർ, ഇങ്ങനെയുള്ള ഒരുപാട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർലി ചെയ്തിട്ടുണ്ടോ? ആവശ്യത്തിന് ലാപ്പ് കൊടുത്തിട്ടുണ്ടോ? ഒരു സ്റ്റീൽ ബാർ ഇവിടെ വന്ന് തീർന്നു പോയെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള സ്റ്റീൽ ബാർ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അല്ല വെക്കുക, ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വെക്കും. കാരണം എന്താണ്, നാളെ സബ്ജക്റ്റ് ഫോഴ്സസ് ഇത് വേണമെങ്കിൽ വിരിഞ്ഞ് അഴിഞ്ഞു പോകാം. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് അഡീഷണൽ ഓവർലാപ്സ് കൊടുക്കണം. ഈ ഓവർലാപ്പിന് ഒരു കണക്കുണ്ട്, എത്ര സെൻറ്റിമീറ്ററിൻ്റെ ഓവർലാപ്പ് അല്ലെ എത്ര മീറ്ററിൻ്റെ ഓവർലാപ്പ് കൊടുക്കണം എന്നതിനും കണക്കുണ്ട്, അതും ഡിസൈനിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത സ്റ്റേജിൽ അടുത്തടുത്ത ലെവലുകളിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. സോ ഫാർ എന്താണ് സിവിൽ എഞ്ചിനീയറിൻ്റെ റോളെന്നും അവൻ എന്തൊക്കെ എൻഷുർ ചെയ്യണമെന്നും അവൻ എന്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നെന്നും അവൻ എന്തൊക്കെ ചെയ്യുന്നുവെന്നും ഇൻ ജനറൽ എല്ലാം മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നാളെ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിനെ പറ്റി എന്ത് ചോദ്യം വന്നാലും നിങ്ങൾ മൗനമായിരിക്കില്ലെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പേന പേപ്പറിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരു വാക്വം അല്ലെ ഒന്നും അറിയില്ലായ്മ, ഒന്നും അറിയാത്ത അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്നുമുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ, ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മുന്നോട്ടുണ്ടാവുമെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടെ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് മേജർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിനെ പറ്റിയാണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ സയൻസിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെക്കാനിക്സും അല്ലെങ്കിൽ ഓരോ എഞ്ചിനീയറിംഗ് സ്ട്രീംസും ഒക്കെ പഠിക്കുന്നത്. അതുപോലെ ഈ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും വ്യത്യസ്തമായ ശാഖകളുണ്ട്. ഒരു മരത്തിന് പല ശാഖകൾ ഉള്ളതുപോലെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ നാളെ ഭാവിയിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ വർക്ക് ചെയ്യുക ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഏരിയാസിലായിരിക്കും അവർ. പക്ഷേ മനസ്സിലാവുന്നുണ്ടോ? അതായത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിൽ തന്നെ അതിനകത്ത് നിങ്ങളൊരു ബിൽഡിങ്ങിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്ന ബിൽഡിംഗ്, അത് ബിൽഡ് ചെയ്തതിൻ്റെ പിന്നിൽ കുറേ ഡിസൈൻസ് ഇൻവോൾവ് ആണ്. ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ബിൽഡിങ് എങ്ങനെയൊക്കെ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഏതൊക്കെ അളവുകൾ ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച ഒരു ഡിസൈനർ അതിനകത്ത് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മണ്ണിനടിയിൽ നിങ്ങൾ കാണാത്ത ഒരു ഫൗണ്ടേഷൻ എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാനായിട്ട് അതിനകത്ത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഇൻവോൾവ് ആണ്. ഓക്കെ, അതുപോലെ അതേ ബിൽഡിങ്ങിൽ തന്നെ അതിൻ്റെ ചിലപ്പോൾ ഒരുപക്ഷെ ലിഫ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ഭാഗം ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഇൻവോൾവ് ആവും. അതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡ് വർക്ക് ചെയ്യാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻവോൾവ് ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതേ ബിൽഡിങ്ങിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വെള്ളം എത്തിക്കുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ ആയിരിക്കാം. അതൊരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ആയിരിക്കാം അത് ചിലപ്പം ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ആണ് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലൊക്കെ. അപ്പോൾ അതിൽ സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട്, സ്ട്രീംസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ഇറ്റ്സ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സ്ട്രക്ചറൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എലമെൻറ്റ്സ്. അതായത് എന്നെ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ, പക്ഷേ എൻ്റെ സ്ട്രക്ചറൽ എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്ന ഒരു സ്കെലട്ടൺ ഉണ്ട്, അസ്ഥികൂടമുണ്ട്. മനസ്സിലായി? ആ അസ്ഥികൂടത്തിൻ്റെ പിൻബലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും അല്ലേ, ഞാൻ ഈ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നതും. അപ്പോൾ ഈ അസ്ഥികൾ ആക്ച്വലി ഇതിനുള്ളിലൊരു എൻ്റെ ബോഡിക്കുള്ളിൽ ഒരു ഫ്രെയിം വർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ പുറമേ നിങ്ങൾ ഒരു ബിൽഡിങ്ങിന് പ്ലാസ്റ്ററിങ് ഉള്ളതുപോലെയും പെയിൻറ് ഉള്ളതുപോലെയും ഒക്കെയാണ് എൻ്റെ പുറമേ ഉള്ള സ്കിന്നും അല്ലെങ്കിൽ ഈ ക്ലോത്തിങ്ങും ഒക്കെ നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു അസ്ഥികൂടം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും കുറേ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ആ ബിൽഡിങ്ങിൽ ഡാം ആയിക്കോട്ടെ വീടുകളായിക്കോട്ടെ ആ ബിൽഡിങ്ങിൽ ആ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന കുറേ ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത്
യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ തലയിലോട്ടൊരു വെയിറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആക്ച്വലി ആ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഒരു റൂട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ആ റൂട്ട് പോലെ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് വരുന്ന വെയിറ്റുകൾ, അത് കാറ്റാവാം, എർത്ത് ഫോഴ്സസ് ആവാം, സെൽഫ് വെയിറ്റ് ആവാം, ഇതിനെയൊക്കെ എടുക്കുന്ന ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് എല്ലാ ബിൽഡിങ്സിനും ഉണ്ട്. ഇപ്പം ബുർജ് ദുബായെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നമ്മൾ പുറമേ കാണുമ്പോൾ കുറേ ഗ്ലാസ് ഫസാഡുകളായിരിക്കും അല്ലേ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിനൊരു സ്ട്രക്ചറൽ എലമെൻ്റ്, ഒരു ഇൻറ്റഗ്രേഷൻ ഉണ്ട്. ആ സ്ട്രക്ചറൽ എലമെൻസിൻ്റെ ഇൻറ്റഗ്രേഷനാണ്, ആ അസ്ഥികൂടമാണ് ആക്ച്വലി ആ ബിൽഡിങ്ങിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്, ഡ്യൂറബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ സ്ട്രക്ചറൽ എലമെൻസിനെ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ട്രീമാണ്, ഏരിയയാണ് സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്ട്രക്ചറൽ ഡിസൈൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ല, അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ശാഖ എന്ന് പറയുന്നത് ഈ ബുർജ് ദുബായിയുടെ താഴെ നമ്മൾ കാണാത്ത ഈ പറഞ്ഞ ഫൗണ്ടേഷൻ എന്നൊരു സംഗതിയുണ്ട് അല്ലേ. അപ്പോൾ ഫൗണ്ടേഷനെ ഡിസൈൻ ചെയ്ത് ആരായിരിക്കാം? അതൊരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. അത് മറ്റൊരു സ്ട്രീമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡാമുകളെ പറ്റി സംസാരിക്കാറുണ്ട് അല്ലേ. ഡാമുകളുടെ ഒക്കെ ഡിസൈൻ ആരാ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഡാമുകളിൽ എത്ര വോളിയം ഓഫ് വാട്ടർ അത് സ്റ്റോർ ചെയ്യണം, എത്ര റിസർവോയറിൽ വെക്കണം, എത്ര തുറന്നു വിടണം, ആ തുറന്നു വിടുന്നത് ട്രാവൽ ചെയ്ത് പോകുക, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകാനായിട്ട് കനാലുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഏത് ഷേപ്പ് ഓഫ് കനാൽ വേണം, ആ കനാലിന് എത്ര വലിപ്പം വേണം, ആ കനാലിന് റൂട്ട് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ചെയ്യുന്ന വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ഉണ്ട്. അല്ലെങ്കിൽ ഇറിഗേഷനിലേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒക്കെ ക്രമീകരിക്കുന്ന ഇറിഗേഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇറിഗേഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രീമാണ്. സോ നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞു, ജിയോ ടെക്നിക്കൽ പറഞ്ഞു, ഇറിഗേഷൻ പറഞ്ഞു, അല്ലെ വാട്ടർ റിസോഴ്സ് പറഞ്ഞു. അതുപോലെ ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഒക്കെ മാനേജ് ചെയ്യാൻ, റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ, മാൻ, മണി, മെറ്റീരിയൽ, മെഷീനറി, ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ, ടൈം, ഇതൊക്കെ മാനേജ് ചെയ്യാൻ കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരോ സ്ട്രീംസ് ആണ്. ഇപ്പോൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കും, സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്തൊക്കെ ചെയ്യും, അവൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്, ഫിസിക്സും മാത്സും മെക്കാനിക്സും ഒക്കെയാണ് അവൻ്റെ ഏരിയ. ഓക്കെ, അത് വെച്ചുകൊണ്ട് അവൻ ഫോഴ്സസിനെ, ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാ ഫോഴ്സസിനെ അവൻ അനലൈസ് ചെയ്യും, മനസ്സിലാക്കും. ഓക്കെ, ഡെഡ് വെയിറ്റ് വരാം, ലൈവ് ലോഡ് വരാം, വിൻഡ് ലോഡ് വരാം, എർത്ത് ലോഡ് വരാം, സ്നോ ലോഡ് വരാം, ഈ മൂവിങ് ലോഡ്സ് വരാം. ഇതിനെയെല്ലാം ഇപ്പോൾ ഒരു ബ്രിഡ്ജിനെ ഡിസൈൻ ചെയ്യുമ്പോൾ മൂവിങ് ലോഡ്സ് ആണ്, ശരിയല്ലേ. അപ്പോൾ ഈ ലോഡുകൾ എന്തൊക്കെ വന്നാലും നമ്മുടെ സ്ട്രക്ചർ സേഫും സ്റ്റേബിളും, അത് ഓവർടേൺ ചെയ്യാതെ, സ്ലൈഡ് ചെയ്ത് പോവാതെ, കൊളാപ്സ് ചെയ്ത് പോവാതെ, സെറ്റിൽ ചെയ്ത് ഇരുന്ന് പോവാതെ ഒക്കെ അവൻ സ്റ്റേബിളായിട്ട്, സ്ട്രോങ് ആയിട്ട്, ഡ്യൂറബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ അവന് കൊടുക്കേണ്ട സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, അവിടെ വരുന്ന സ്ലാബുകളും ബീമുകളും കോളമുകളും, ആ കോളത്തിൻ്റെയും ബീമിൻ്റെയും ഒക്കെ ഉള്ളിൽ കൊടുക്കേണ്ട സ്റ്റീലിൻ്റെ എണ്ണം, സ്റ്റീലിൻ്റെ ഡയമീറ്റർ, സ്റ്റീലിൻ്റെ സ്പേസിങ്, ഇതെല്ലാം ആര് ഡിസൈൻ ചെയ്യും? സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ നമുക്ക് മാനുവലായിട്ടും കാൽക്കുലേഷൻസും ഡിസൈനിങ് ചെയ്യാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഏരിയ, അതായത് അവൻ്റെ സയൻസ്, അവൻ്റെ മാത്സ്, അവൻ്റെ മെക്കാനിക്സ്, അവൻ്റെ കാൽക്കുലേഷൻ സൈഡൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക. കാരണം ഇതിനകത്ത് കൂടുതലും ഡിസൈൻസ് ആണ്, ഫോഴ്സസ് ആണ് അല്ലേ. വരാൻ സാധ്യതയുള്ള എല്ലാ വേഴ്സ് കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസിനെയും അനലൈസ് ചെയ്തിട്ട് അതിനൊരു ഉത്തരം കണ്ടെത്തി കൊടുക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക, അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചർ. ഇൻഫിനിറ്റ് ആയിട്ട് വലിയ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ഭീമാകാരമായ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ ഒരു പക്ഷേ കാറ്റും മഴയും വെള്ളവും ഒന്നും ചിലപ്പോൾ ബാധിക്കത്തില്ലായിരിക്കും. പക്ഷേ അതല്ല ഇവിടെ നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഒപ്റ്റിമം ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക, മനസ്സിലായോ. അതായത് ഇത്ര ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാലും അവൻ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഇത്രയും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ഡെഫിനറ്റ്ലി അവൻ അതിനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഇത്രയും വലിയ ആനയെ അല്ല നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ആനയെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അഗെയിൻ അതിനകത്ത് എക്കണോമി എന്നൊരു പ്രശ്നമുണ്ട് അല്ലേ. നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് ചിലവാക്കാനില്ല. അത് ഓരോ ക്ലയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് റിസോഴ്സസോ കാശോ ഇല്ല. അപ്പോൾ അതിനെയൊക്കെ ലിമിറ്റ് ചെയ്തിട്ട് മിനിമം അളവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് മാക്സിമം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റണം. അതിനാണ് ആക്ച്വലി ഡിസൈൻ വേണ്ടത്. അല്ലാതെ എല്ലാം സേഫായിട്ട്, സെക്യൂർ ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, സേഫായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഉദ്ദേശം. അതായത് ഒപ്റ്റിമൈസ് ചെയ്യുക, ഡിസൈനെ ഒപ്റ്റിമൈസ് ചെയ്യുക. ഡിസൈൻ എന്ന് പറയുന്നത് റിസോഴ്സസിനെ ഒരുപാട് കാർന്ന് തിന്നുന്ന ഒരു ഡിസൈൻ ആയിരിക്കരുത്. ആ ഡിസൈൻ മിനിമൽ റിസോഴ്സസ് യൂസ് ചെയ്ത് ആയിരിക്കണം ഉണ്ടാക്കുന്നത്. ബട്ട് സ്റ്റിൽ അതിനകത്ത് സേഫ്റ്റിക്കോ കംഫർട്ടിനോ ഒന്നും യാതൊരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. സോ ദിസ് ഈസ് വാട്ട് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡു. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദർ മസ്റ്റ് നോട്ട് ബി എനി yielding, വലിഞ്ഞു പോകാൻ പാടില്ല, പൊട്ടിപ്പോകാൻ പാടില്ല, കൊളാപ്സ് ചെയ്യാൻ പാടില്ല, ഡിഫോർമേഷൻസ് ഉണ്ടാകാൻ പാടില്ല, സെറ്റിൽ ചെയ്ത് പോകാൻ പാടില്ല. ലീനിങ് ടവർ ഓഫ് പിസ, ഒരു സൈഡിലേക്ക് അവൻ സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തരം സെറ്റിൽമെൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദാറ്റ്സ് ആക്ച്വലി എ ഫെയിലിയർ. ഓക്കെ, അപ്പോൾ സ്ലൈഡിങ്ങോ ഓവർ ടേണിങ്ങോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻഷുർ ചെയ്തിട്ട് നല്ല സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ആളെ സ്ട്രക്ചറൽ എഞ്ചിനീയർ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രീം. ഞാൻ പറഞ്ഞു
ഓക്കെ, നിങ്ങൾ നോക്കുക ഒരു ബിൽഡിങ്ങിൽ എന്തൊക്കെ നോക്കൂ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഇത് സോഫ്റ്റ്വെയർ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സോഫ്റ്റ്വെയറിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആൾക്കാർ നിൽക്കാം, ഫർണിച്ചർ വെക്കാം അല്ലേ, ഒരുപാട് ഡെഡ് ലോഡ്സ്, ലൈവ് ലോഡ്സ്, മൂവ് ചെയ്യുന്ന ലോഡ്സ് ഒക്കെ ഈ പറഞ്ഞ ബിൽഡിങ്ങുകളിലൊക്കെ വരാം. അതൊക്കെ വരുമ്പോൾ ആ ഓരോ എലമെന്റിൽ എന്തൊക്കെ സംഭവിക്കാം അതിനെ എന്താണ് നമ്മൾ വേരിയസ് മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യും. നമ്മൾ ഏതൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബീം ആണെങ്കിൽ ആ ബീമിൻ്റെ പുറത്തേക്ക് ലോഡ് വരുമ്പോൾ അല്ല സ്ലാബ്, ഇപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് താഴെ സ്ലാബിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ സ്ലാബിന് ശക്തി ഇല്ലെങ്കിൽ സ്ലാബ് എന്ത് പറ്റും, നമ്മളൊരു തുണി 4 വശം നിങ്ങളൊരു സാരി പിടിക്കുകയെന്ന് വിചാരിക്കുക, എല്ലാ സൈഡിൽ നിന്ന് സാരിയുടെ വശങ്ങളിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിലത്തെ ഭാഗം കുഴിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ കുഴിഞ്ഞു പോകേണ്ട ആളല്ല സ്ലാബ് അല്ലേ. അപ്പോൾ ഒരു സാരിയുടെ കനത്തിൽ സാരിയുടെ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. അത് താഴ്ന്ന് അത് ഈ പറയുന്ന പോലെ അൺസപ്പോർട്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കാണുന്നില്ലെങ്കിലും അതൊരു ചെറിയ ഡിഫ്ലക്ഷൻ ആക്ച്വലി അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്സ്. വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്സ് അവർ അല്പം ഡിഫ്ലക്ട് ചെയ്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ചെറിയ ക്രാക്സ് ഉണ്ടായിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. സ്ട്രക്ചർ മസ്റ്റ് ബി സ്റ്റേബിൾ അല്ലേ, സ്റ്റേബിൾ ആയിരിക്കണം. കാഴ്ചയിൽ അത് ഒരു അപകടാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. ചെറിയ ഡിഫ്ലക്ഷൻസ്, ചെറിയ ക്രാക്സ് ഒക്കെ അലൗഡാണ്, പക്ഷേ എത്ര വരെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനാണ് ഒപ്റ്റിമൈസ് ഡിസൈനിൻ്റെ ആവശ്യം. അപ്പോൾ ഇത്തരത്തിലൊക്കെ അവിടെ ആ സ്ട്രക്ചേഴ്സിനൊക്കെ ഈ പറയുന്ന സ്ലാബിന് ബെൻഡിങ് ഉണ്ടാവും, ബീമിന് ബെൻഡിങ് ഉണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? കോളത്തിൻ്റെ പുറത്ത് ലോഡ് ചെയ്യുമ്പോൾ കോളം ചിലപ്പോൾ കംപ്രസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഏത് അളവ് വരെ ഉണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അത് വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ് ആണ് എങ്കിൽ പുറമേ നിന്ന് ഒരാൾക്ക് അത് കണ്ണിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തുമില്ല, അതൊരിക്കലും ഫെയിലിയറിലേക്ക് നയിക്കത്തുമില്ല. അപ്പോൾ അവിടെയാണ് ഒരു സ്ട്രക്ചറൽ ഡിസൈനിൻ്റെ കരവിരുതിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും നല്ല ഒപ്റ്റിമൈസ് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത്. നോക്കിയേ, നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് ഒരു തുരങ്കമാണ്, ഒരു ടണലാണ് അല്ലേ. ആ ടണലിനകത്ത് ലൈറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. നോക്കി നല്ല ഭംഗിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ 2 സൈഡിലും ഡക്റ്റുകളുണ്ട്. ആ ഡക്റ്റുകൾക്കകത്തൂടെ ചിലപ്പം ഈ പറഞ്ഞ ഇലക്ട്രിക് കണക്ഷൻസ് വയറിങ്ങോ അല്ല കേബിളുകളോ പൈപ്പുകളോ ഒക്കെ പോകുന്നുണ്ടായിരിക്കാം. റോഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പേവ് ചെയ്തിട്ടുണ്ട്, ടാറിങ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് റോഡിൽ മാർക്കിങ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അല്ലേ. പക്ഷേ ഒരിക്കലും ഇത് ഇങ്ങനെ ആയിരുന്നില്ല. അതിന് മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന സ്റ്റേജുകൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ വളരെ ഹെവിലി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് വളരെയധികം കമ്പികൾ സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ സ്റ്റീലുകൾ എത്ര സ്റ്റീൽ വേണം, ഏത് അളവിൽ, ഏത് ഡയമീറ്ററിൽ, എത്ര സ്പേസിങ്ങിൽ ഇതൊക്കെ കൊടുക്കണം, എത്ര വലുപ്പത്തിൽ കൊടുക്കണം, ഇതെല്ലാം ഏത് ഷേപ്പിൽ കൊടുക്കണം, ഇതെല്ലാം ആര് കണ്ടുപിടിച്ചു? ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ വഴി അല്ലെങ്കിൽ മാനുവൽ കാൽക്കുലേഷൻസ് ഒക്കെ വഴി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് സ്റ്റീലിൻ്റെ ഒരു കൂടം അതിനകത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം അത്തരത്തിലുള്ള ടെമ്പററി സ്ട്രക്ചേഴ്സും ആക്ച്വലി ഡിസൈൻ ആവശ്യമുണ്ട്. ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഫുള്ളി കംപ്ലീറ്റ് ആവുന്നവരെ ഇതിനെ താങ്ങി നിർത്താനായിട്ട് ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ ടെമ്പററി സ്ട്രക്ചേഴ്സിന് ഉൾപ്പെടെയുള്ള ഡിസൈന് ആര് ചെയ്യും? സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ചെയ്യും. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ദുബായ് കാണാം അല്ലേ. ബുർജ് ദുബായിയുടെ ആ ബിൽഡിങ്ങിൽ എന്താണ് ശക്തമായിട്ടുള്ള കാറ്റ് അല്ലെ, മേലോട്ട് പോകുന്നവരും കാറ്റ് വളരെ അതിശക്തമായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ ആ കാറ്റ് നോക്കൂ, ആ കാറ്റിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ കെട്ടിപ്പടുത്തിരിക്കുന്നത് നോക്കുക. അതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. അവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ, അവർ ഐ ഷേപ്ഡ് സെക്ഷൻസ് അതിനകത്ത് ആ സ്ട്രക്ചറിൽ ആ ടവറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഐ ഷേപ്ഡ് സെക്ഷൻ യൂസ് ചെയ്തതിൻ്റെ പിന്നിൽ ആ ഐക്ക് പകരം വേറെ പല ഷേപ്പുകൾ വേണം യൂസ് ചെയ്യാം അല്ലേ. പക്ഷേ ആ ഐ ഷേപ്പിന് ഒരു റെലവൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അത് ബെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആ പർട്ടിക്കുലർ ഷേപ്പാണ് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ. അപ്പോൾ ഇത്തരത്തിൽ വിൻഡ്, ഡെഡ് വെയ്റ്റ്, ഡെഡ് ലോഡ്സ്, ലൈവ് ലോഡ്സ്, എല്ലാ ടൈപ്പ് ലോഡുകളും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വരാൻ പോകുന്ന സ്ട്രക്ചറിന് ഏത് ടൈപ്പ് ബെൻഡിങ് ആണോ, കംപ്രഷൻ ആണോ, ടെൻഷൻ ആണോ, എന്താണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഐ ഷേപ്ഡ് ആവാം, എച്ച് ഷേപ്ഡ് ആവാം, സി ഷേപ്ഡ് ആവാം, എൽ ഷേപ്ഡ് ആവാം. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് തന്നെ കോമ്പോസിറ്റ് ഷേപ്സ് പലതും സൃഷ്ടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഷേപ്പ് ഏതാണെന്നൊക്കെ കണ്ടെത്തുന്നതും ഈ പരിപാടി എല്ലാം ചെയ്യുന്നതും ആരാണ്? ഒരു സിവിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻ അഡോപ്റ്റിംഗ് ദ അഡീക്വേറ്റ് സെക്ഷൻ, റൈറ്റ് മെറ്റീരിയൽസ്, ഡക്റ്റൈൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ഡീറ്റെയിലിംഗ്, അതിൻ്റെ സ്പേസിങ്, അതിൻ്റെ വലിപ്പം. ഓക്കെ, ഓറിയൻറ്റേഷനും പലതാവാം. മനസ്സിലായോ? ഇപ്പം ഒരേ ബീമിനെ തന്നെ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെയും വേണമെങ്കിൽ വെക്കാം, ബീമിനെ ഇങ്ങനെ വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ബീമിനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കടത്തി നിർത്താം. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിലെ ബീമുകളെല്ലാം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ ഡെപ്ത് ആയിരിക്കും കൂടുതൽ, വിഡ്ത്ത് കുറവായിരിക്കും അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ബെൻഡിങ്ങിനെയാണ് ബീം റെസിസ്റ്റ് ചെയ്യേണ്ടത്. ബീം ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്ത് പോകാൻ പാടില്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് ആയിരിക്കണം കൂടുതൽ. ഓക്കെ, ബെഡ്ത്തിനെക്കാട്ടിൽ. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇവിടെ എന്നെ കാണുന്നുണ്ട് അല്ലേ.
ഇനി എൻ്റെ ഉള്ളിൽ എന്താണ്? എൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ഒരു അസ്ഥികൂടം ഉണ്ട്. ഓക്കെ. ആ അസ്ഥികൂടമാണ്, ആ ഫ്രെയിം വർക്കാണ് ആക്ച്വലി എന്താണ് ഇതിനകത്ത് ഉള്ളിലെ റീഇൻഫോഴ്സ്മെന്റ്. എൻ്റെ ബോഡിയിൽ ലോഡിങ് വന്നു കഴിഞ്ഞാൽ ആ ലോഡിങ്ങിനെ എടുക്കാനായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്, അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചറൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന അസ്ഥികൂടമാണ്. ഓക്കെ. റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിയാൽ ബുർജ് ദുബായിയുടെ ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് മനസ്സിലായി. അത് ഏതൊക്കെ ഷേപ്പുകൾ അതിനകത്ത് വരുന്നുണ്ടെന്നും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടെന്നും ഈ ഇത്തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെയും ചെയ്യുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ബുർജ് ദുബായ് കാണുമ്പോൾ, താജ്മഹൽ കാണുമ്പോൾ ഒക്കെ നമ്മൾ മണ്ണിൻ്റെ മേളിലുള്ള സൗന്ദര്യമാണ് പലപ്പോഴും ആസ്വദിക്കുന്നത്. പക്ഷെ മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ വലിയ ഈ മേളിൽ കാണുന്ന മെഗാ പ്രൊജക്റ്റിനെക്കാട്ടിലും ഒരുപക്ഷെ കാശ് ചിലവുള്ള, അല്ലെങ്കിൽ അത്ര തന്നെ വലിപ്പമുള്ള സ്ട്രക്ചേഴ്സ് ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ ഒരു റിയാലിറ്റി പലരും മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ അടിയിൽ എന്തുണ്ടാവും? ഫൗണ്ടേഷൻ ഉണ്ടാവും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഈ പറയുന്ന മെഗാ പ്രൊജക്ട്സിനൊക്കെ ആവശ്യമാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഷാലോ ഡെപ്തിൽ നല്ല ഫൗണ്ടേഷൻ കൊടുത്ത് കൺസ്ട്രക്ട് ചെയ്ത് പോകാൻ പറ്റില്ല ചിലപ്പോൾ. കാരണം ഷാലോ ഡെപ്തിൽ കൊടുക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയ ലോഡിങ് മേളിൽ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഷാലോ ഡെപ്ത് ചിലപ്പോൾ നല്ല സോയിൽ ആയിരിക്കത്തില്ല. അപ്പോൾ ആദ്യം സോയിലിൻ്റെ ഒരു സ്റ്റഡി നടത്തണം, സോയിൽ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഈ ബോർഹോൾസ് കുഴിച്ച് അതിനകത്തോട്ട് പോയിട്ട് സോയിലിൻ്റെ സാമ്പിളുകൾ പല ഡെപ്തിൽ എടുത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ എന്താണെന്ന് മനസ്സിലാക്കി സോയിലിൻ്റെ ബോർലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ പോയിന്റിലുള്ള സോയിൽ ഏതാണ്, സാൻഡാണോ, ക്ലേ ആണോ, സാൻഡി ക്ലേ ആണോ, ഗ്രാവൽ ആണോ, ഏത് ടൈപ്പ് സോയിലാണ്, അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഫൗണ്ടേഷൻ കൊടുക്കാൻ. ഫൗണ്ടേഷൻ അപ്പോൾ എത്ര ഡെപ്ത് വേണം? 1 മീറ്ററിൻ്റെ ഫൗണ്ടേഷൻ മതിയോ, 2 മീറ്റർ വേണോ, 3 മീറ്റർ വേണോ, 4 മീറ്റർ വേണോ? അതോ ഇങ്ങനെയൊന്നും ചെറിയ ഫൗണ്ടേഷനായിട്ട് കൊടുക്കാതെ വലിയ തൂണുകൾ പോലെ, മണ്ണിന് അടിയിൽ വലിയ തൂണുകൾ പോലെ പൈൽ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണം? അങ്ങ് താഴെ പാറ ഉണ്ടെങ്കിൽ ആ പാറയിലേക്ക് ലോഡ് വേണമെങ്കിൽ ഇറക്കി വെക്കാം. അപ്പം നമുക്ക് വലിയ ലോഡിങ്ങും പോസിബിൾ ആവും. അപ്പോൾ ഇത്തരത്തിൽ ഷാലോ ഫൗണ്ടേഷൻ വേണോ, ഡീപ്പ് ഫൗണ്ടേഷൻ വേണോ, ആ ഫൗണ്ടേഷൻ്റെ ഷേപ്പ് എന്ത് വേണോ, അതിൻ്റെ സൈസ് എന്ത് വേണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നു? സോയിലിനെ പഠിച്ചിട്ട്, സോയിലിനെ എക്സ്പ്ലോർ ചെയ്തിട്ട്, ബോർഹോൾ കുഴിച്ചിട്ട്, അതിനകത്ത് മണ്ണിൻ്റെ പ്രൊഫൈൽസ് കണ്ടെത്തിയിട്ട്, മണ്ണിൻ്റെ സ്ട്രെങ്തുകൾ കണ്ടെത്തിയിട്ട് ഒക്കെയാണ് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ മണ്ണിനടിയിലുള്ള കാര്യങ്ങൾ കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ചില കൺസ്ട്രക്ഷൻസ്, ഹൈവേ കൺസ്ട്രക്ഷൻസ് ചെയ്യുമ്പോൾ, റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു മല മൊത്തത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാണാം, ഒരു മല കട്ട് ചെയ്തിരിക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കൊങ്കൺ പാതകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ലോപ്സ് ഉണ്ടായിരുന്നു അല്ലേ? ആ സ്ലോപ്പുകളെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ കൺട്രോളിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്? ആ സ്ലോപ്പുകളെ അങ്ങനെ നിർത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവിടെ സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ ചെയ്യണം. ആ മണ്ണായിക്കോട്ടെ, പാറയായിക്കോട്ടെ, അവിടെ നമ്മൾ ചിലപ്പോൾ സോയിലാണെങ്കിൽ സോയിൽ നെയിലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് അവനെ പിടിച്ചു നിർത്തുന്നത് പോലെ, ആ സ്ലോപ്പിനെ സ്റ്റേബിളായിട്ട് അങ്ങനെ നിർത്തുന്നത് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അതിനെ റീറ്റെയിൻ ചെയ്യുന്നത് പോലെ റീറ്റെയിനിങ് വാൾസ്, മതിലുകൾ ചിലപ്പോൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അവിടെ നമ്മൾ സ്റ്റീലും കോൺക്രീറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്തെന്ന് വരാം. അപ്പോൾ ഈ ഡിസൈൻ അല്ല, സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി, മണ്ണ് ഇളകി പോകാതെ, പാറ ഇളകി വീഴാതെ അതിൻ്റെ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നതും ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പം ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് വരുന്ന ഏരിയ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതും ഒരു ഹയർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജിയോളജി പഠിക്കും, മണ്ണിനെ പഠിക്കും, മണ്ണിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഏരിയയാണ്. ഫിസിക്സും മെക്കാനിക്സും മാത്സും ഒക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ താജ്മഹലിൻ്റെ മുകൾ ഭാഗമായിരിക്കും കണ്ടിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന വെൽ ഫൗണ്ടേഷൻ, ഡ്രാഫ്റ്റ് ഫൗണ്ടേഷൻ, ഇതൊക്കെ പലരും കാണാതെ പോകുന്നു. ഓക്കെ. കാരണം അത് യമുന നദിക്കരയിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ നദിയുടെ സൗന്ദര്യം കൂടെ, ആ വശ്യമനോഹരമായിട്ടുള്ള യമുന നദിയുടെ സൗന്ദര്യം അതിൻ്റെ മേളിൽ ഈ താജ്മഹൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അധികമായിട്ടുള്ള ഭൂമിയിലെങ്ങും വേറെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേക ഒരു യുണീക്ക് ഒരു ബ്യൂട്ടി അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അവർ ഒരുപാട് ചലഞ്ചസ് ഓവർകം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. യമുനയുടെ ബാങ്കിലായതുകൊണ്ട് തന്നെ ഒരു റിവറിൻ്റെ ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ചെളിയുണ്ട്, അലൂവിയൽ സോയിലാണ്, അവിടെ ചെളി അല്ലേ, ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ലോഡിങ് എടുക്കാൻ പറ്റുന്ന സോയിൽ ആവണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ ക്രിട്ടിക്കലായിട്ട് യമുന നദി വന്ന് തിരിയുന്ന പോയിന്റിൽ അവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വരാനുള്ള എല്ലാ ചലഞ്ചസും മനസ്സിലാക്കി തന്നെയാണ് അവരൊരു വലിയ ഫൗണ്ടേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. വെൽ ഫൗണ്ടേഷൻസ് ഒക്കെ കൊടുത്ത് അതിനകത്ത് മണലൊക്കെ നിറച്ച് വളരെ സ്ട്രോങ് ആയിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും വീണ്ടും പല ലെയർ റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ഒക്കെ കൊടുത്താണ് അതിൻ്റെ മേളിൽ താജ്മഹൽ പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലം പിസ ഗോപുരം ചെരിഞ്ഞതുപോലെ ചെരിയാതിരിക്കുന്നത്. അപ്പം ഈ സ്ട്രക്ചറിൻ്റെ ബ്യൂട്ടിയെക്കാട്ടിലും ഉപരിയായിട്ട് ഈ സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒക്കെ സ്ട്രെങ്ത് ആൻഡ് സ്ട്രക്ചറൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് വളരെ 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 ഡെപ്തിൽ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ്.
മേളിൽ കാണുന്ന സൗന്ദര്യത്തെക്കാട്ടിലും എത്രയോ കൂടുതലായിട്ട് ബുദ്ധി അല്ല ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്ത് സയൻസ് അപ്ലൈ ചെയ്തിട്ട് ആണ് ആ താഴത്തെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കുക, അതല്ലേ? ട്രാൻസ്പോർട്ടർ മൂവീസ് ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മറ്റൊരു ഡിസിപ്ലിനാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകാനായിട്ട് നമുക്ക് പല മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അല്ലേ? പക്ഷേ ആ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയും പണിത് കൊടുക്കുക, ആ ഇൻഫ്രാസ്ട്രക്ചർ പണിത് എടുത്ത് എന്താണ് സേഫായിട്ടും അല്ലെങ്കിൽ മിനിമം സമയത്തും മിനിമം ഫ്രിക്ഷനിലും ഒക്കെ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിൽ എത്തണമെങ്കിൽ അതൊരു സിവിൽ എഞ്ചിനീയർ വിചാരിക്കണം. അത് എങ്ങനെയൊക്കെ ചെയ്യാം? റോഡാണ് ചെയ്യുന്നതെങ്കിൽ ആ റോഡ്സ് പല ടൈപ്പ് റോഡുകളുണ്ട്. റിജിഡ് റോഡ്സ് ഉണ്ട്, കോൺക്രീറ്റ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ റോഡ്സ് ഉണ്ട്, ഈ പറയുന്ന നമ്മൾ ടാർ റോഡെന്ന് നമ്മൾ പറയുന്ന റോഡുകൾ. അതുപോലെ തന്നെ ചിലപ്പോൾ റെയിൽസ് ഉണ്ടാവും, അല്ലേ? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രെയിൻ മാർഗം, റെയിൽ മാർഗം നമുക്ക് പോകാൻ പറ്റും. അതുപോലെ എയർപോർട്ട്സ്. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിലും റൺവേ ഉണ്ട്, ടാക്സി വേ ഉണ്ട്. ഒരു വലിയ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹെവി ലോഡ് ആ തറയിലേക്ക് പതിക്കുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോകാൻ പാടില്ല, ശരിയല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ സാധാ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യുന്ന പോലെ അല്ല എയർപോർട്ടിലെ റൺവേ ഡിസൈൻ ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിഫറൻ്റ് ആണ്, അവിടെ കൊടുക്കുന്ന കനം, അവിടെ കൊടുക്കുന്ന തിക്നെസ്സുകൾ ഡിഫറൻ്റ് ആണ്. റോഡിൽ തന്നെയാണെങ്കിലും പല ടൈപ്പ് റോഡുകളുണ്ട്. എക്സ്പ്രസ് വേകളുണ്ട്, ഓക്കെ, നാഷണൽ ഹൈവേസ് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, ചെറിയ ഡിസ്ട്രിക്ട് റോഡുകൾ, അതർ ഡിസ്ട്രിക്ട് റോഡുകളും മേജർ ഡിസ്ട്രിക്ട് റോഡുകളും ഒക്കെ ഉണ്ട്. അപ്പം പല ലെവലിലാണ് ഇതിനകത്തൊക്കെ ട്രാഫിക് ഒഴുകുന്നത്. ചെറിയ വഴികളിൽ ചെറിയ വണ്ടികൾ ഒഴുകുമ്പോൾ വലിയ റോഡുകളിൽ വലിയ വണ്ടികൾ ഒഴുകുന്നു. ഓക്കെ, ഒരു പാലമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു നാഷണൽ ഹൈവേയിൽ ഇരിക്കുന്ന പാലമാണെങ്കിൽ ആ പാലത്തിൽ കൂടെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് പറയാനൊക്കത്തില്ല, ഒരുപക്ഷെ ഒരു വാർഫെയറിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വലിയ ടാങ്കറുകൾ വന്നെന്ന് വരാം. അപ്പോൾ ഒരു പാലം, നാഷണൽ ഹൈവേയിൽ ഒരു പാലം ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നാളെ ആ പാലത്തിൽ മുഴുവൻ ടാങ്കറുകൾ നിരത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കൂടിയും അതിനെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ ലോഡിങ്ങിനെ കൺസിഡർ ചെയ്തിട്ടാണ് പാലത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പാലങ്ങളുടെയും ഫ്ലൈ ഓവറുകളുടെയും ഇൻ്റർസെക്ഷൻ ജംഗ്ഷനുകളുടെയും റോഡുകളുടെയും റെയിലുകളുടെയും ഒക്കെ വലിയ ശൃംഖലേനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അവിടെയൊക്കെ അതിപ്പോൾ മെട്രോ ആയിക്കോട്ടെ, പല ടൈപ്പ് റെയിലുകളുണ്ട്, അല്ലേ? ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ടൈപ്പ് ട്രെയിനുകൾക്ക് ഓരോ ടൈപ്പ് റെയിൽസ് ആണ് ആവശ്യം. അപ്പോൾ ഇപ്പോൾ മൗണ്ടൻ ഏരിയാസിലൊക്കെ, ഇപ്പോൾ ഡാർജിലിങ്ങിലൊക്കെ ഉള്ള ഒരു അവിടുത്തെ റെയിൽ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഗേജ്, ആ പാളങ്ങൾക്കിടയ്ക്കുള്ള വീതിയൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പം ഓരോ ടൈപ്പ് റെയിലുകൾ, ഓരോ ടൈപ്പ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉതകുന്ന രീതിയിൽ റോഡ് നെറ്റ്വർക്കും റെയിൽ നെറ്റ്വർക്കും ഒക്കെ ഒരുക്കുക. റോഡിലെ അപകടാവസ്ഥ ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് സ്റ്റഡീസ് നടത്തുക. എന്നിട്ട് വളവ് നിവർത്തണമെങ്കിൽ ജോമെട്രിക്കൽ ഡിസൈൻ ചെയ്തിട്ട് അവിടെ എന്താണ് ബെറ്റർ റോഡ്സ് ഉണ്ടാക്കുക, വളവുകൾ നിവർത്തിയെടുക്കുക, സ്ട്രെയിറ്റൻ ചെയ്യുക. അതുപോലെ ഒരു വളവുണ്ടായെങ്കിൽ ആ വളവിൽ നമുക്കറിയാം, വളവിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് വളവിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ എൻ്റെ വണ്ടി ഇങ്ങോട്ട് മറിയാനായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ റോഡ് ഒരു അല്പം പൊക്കണം, ഈ സൈഡ് ഒരു അല്പം പൊക്കണം. അപ്പോൾ എൻ്റെ വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ മോഹൻലാൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും റോഡ്, മനസ്സിലായി? ഒരു ചെറിയൊരു ചെരിവുണ്ടാവും. ഇതെല്ലാം ഈ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എല്ലാം അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ റോഡ് ഹൈവേയുടെ ഡിസൈൻ ചെയ്യുന്ന, ഹൈവേയുടെ പ്ലാനിങ് ചെയ്യുന്ന ഒക്കെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആണ്. ഓക്കെ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാണ് ഒരു സിവിൽ എഞ്ചിനീയർ ബേസിക്കലി ചെയ്യുന്നത്? പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്. ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ എന്തായിരിക്കും ചെയ്യുക? ഹി പ്ലാൻസ്, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ ഹൈവേസ്, റെയിൽവേസ്, എയർപോർട്ട്സ്, ഈ പറയുന്ന പോലെ ബ്രിഡ്ജസ്. ഇതെല്ലാം ഈ റോഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതെല്ലാം പ്ലാൻ, ഡിസൈൻ, എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇതാണ് ഈ ഫീൽഡിൻ്റെ, അതാണ് ഞാൻ PDCM എന്ന് എഴുതിയിരിക്കുന്നത്, പ്ലാൻ, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ ഓഫ് ഹൈവേസ്, റെയിൽവേസ്, റൺവേസ്. ഓക്കെ, റൺവേ എയർപോർട്ടിലാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ട്രാഫിക് സേഫ്റ്റി, റോഡ് സേഫ്റ്റി, ട്രാഫിക് സിഗ്നൽ ഡിസൈൻ, പേയ്മെൻറ്റ് മെറ്റീരിയൽ, ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, അതിൻ്റെ ടെസ്റ്റിംഗ്, അതിൻ്റെ മിക്സ് ഡിസൈൻ ഒക്കെ ഇതെല്ലാം ചെയ്യുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പോൾ റോഡ് തന്നെ ഞാൻ പറഞ്ഞു, റോഡ് ഡിസൈൻ, റോഡിലെ എത്ര കനത്തിൽ നിങ്ങൾ റോഡിലെ മെറ്റീരിയൽസ് കൊടുക്കണം എന്നുള്ളത് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ റോഡിൽ എത്ര ട്രാഫിക് ഒഴുകും എന്ന് മനസ്സിലാക്കിയാണ്. അപ്പോൾ ട്രാഫിക് എത്ര ഒഴുകുമെന്ന് അറിയണമെങ്കിൽ ട്രാഫിക്കിൻ്റെ സർവേ നടത്തണം. ഏതൊക്കെ ടൈപ്പ് വണ്ടികളാണ് ഒഴുകുന്നത്, ഒരു 10 വർഷം അല്ല ഒരു 15 വർഷത്തിന് ശേഷം അവിടെ ഒഴുകാൻ സാധ്യതയുള്ള വണ്ടികളുടെ കൗണ്ട് എത്രയായിരിക്കാം. അതുപോലെ ആക്സിൽ ലോഡ് സർവേ, എത്ര ഭാരമുള്ള വണ്ടികളായിരിക്കും അവിടെ ഓടുന്നത്. ഇതെല്ലാം സർവേസ് മുഖാന്തരം നമ്മൾ മനസ്സിലാക്കിയെടുക്കും, ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ മനസ്സിലാക്കിയെടുക്കും, ഡിസൈൻ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി വരുന്നത്. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ്സ്, ഒരു നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മനസ്സിലാക്കിയാൽ ആ നാട് എത്ര ഡെവലപ്ഡ് ആയി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇൻഡിക്കേറ്ററാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനകത്ത് വരുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചണ്ഡീഗഡ് എന്ന് പറയുന്ന സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് പ്ലാൻഡ് ആയിട്ടൊരു സിറ്റി ഉണ്ടാകുന്നത്. ഇതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പേ തന്നെ പ്ലാൻഡ് സിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്? മോഹൻജദാരോ എന്നൊക്കെ പറയുന്നത് ഒരു പ്ലാൻഡ് സിറ്റിയാണ്. ഹരപ്പ, മോഹൻജദാരോ സിവിലൈസേഷനൊക്കെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് ബിൽഡിങ്ങുകൾ, സിറ്റാഡൽ അല്ലേ, ഒരു ഉയർന്ന പ്രദേശമുണ്ട് അല്ലേ, അവിടെ ആരാധനാലയങ്ങളുണ്ട്, താഴെയുള്ള പ്രദേശങ്ങളുണ്ട്, സാധാ ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇവയ്ക്കൊക്കെ ഡ്രെയിനേജ് ഉണ്ട്. ഇതെല്ലാം പക്ക പ്രോപ്പർലി ചെയ്ത കാലഘട്ടം ക്രിസ്തുവിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഡിസൈനിലും ഇന്നത്തെ എക്സിക്യൂഷനിലും ഒക്കെ ഈ പറയുന്ന പ്ലാനിങ് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഇത്ര വലിയ പോപ്പുലേഷനിൽ ഒരുപാട് മൈഗ്രേഷൻസും ഒരുപാട് അല്ലേ ലാൻഡ് അക്വിസിഷനും ഒക്കെ ഇൻവോൾവ് ആണ് ഇപ്പോഴത്തെ ഓരോ പ്രോജക്റ്റുകളും. ഒരു പുതിയ റോഡ് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേരെ ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് സ്ഥലം അക്യൂർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്ലാനിങ് ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ അവിടുത്തെ റോഡ് നെറ്റ്വർക്ക്സ് ഒക്കെ കൃത്യമായി പ്ലാൻഡ് ആണ് എങ്കിൽ ഭാവിയിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ അനാവശ്യമായി ചെലവഴിക്കുന്നതും ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനകത്തൊരു വലിയ പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ ചണ്ഡീഗഡ് എന്ന് പറയുന്ന സിറ്റി ലേ കോബേസിയർ എന്ന് പറയുന്ന ഒരു വലിയ ആർക്കിടെക്റ്റാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ്, പ്ലാനറാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് പ്ലാനിങ്ങും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് നാളത്തെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാവേണ്ട ഒരു വലിയ ഏരിയ തന്നെയാണ്. ഓക്കെ, സോ പഴയ ആൾക്കാരൊക്കെ പറയും റോമൻ റോഡുകൾ, കല്ല് പതിച്ച റോഡുകൾ ഇന്നും ഉണ്ട്. കല്ല് പതിച്ച റോഡുകൾ ഇന്നും നിൽക്കും. കാര്യം അത് വലിയ ഹെവി ഡിസൈനാണ്. അത്രയും വലിയ ഡിസൈനിൻ്റെ ആവശ്യം ആക്ച്വലി ഇന്നില്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം കാണും, നമ്മുടെ റോഡുകൾ എന്തുകൊണ്ട് ഫെയിൽ ആവുന്നു, എന്തുകൊണ്ട് റോഡുകൾ പെട്ടെന്ന് ഡാമേജ് ആവുന്നു? അതിനും കൃത്യമായ ഉത്തരങ്ങളുണ്ട്. നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വലിയ സബ്ജക്ട്സ് നിങ്ങളുടെ കരിക്കുലത്തിൽ നിങ്ങൾ പഠിക്കും. ആ സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് റോഡ് നെറ്റ്വർക്സിനകത്ത് വരുന്ന ഫ്ലൈ ഓവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലൈ ഓവേഴ്സ് പല ലെവലിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കേണ്ട, സിഗ്നൽസ് നോക്കണ്ട, വളരെ ഫ്രീ ആയിട്ടുള്ള ട്രാഫിക് നമുക്ക് അലോ ചെയ്ത് വിടാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതുപോലെ നോക്കൂ, ചാനൽ ടണലാണ്. ബ്രിട്ടനും ഫ്രാൻസിനും ഇടയ്ക്ക് കടലിനടിയിലൂടെയാണ് ഈ ചാനൽ ടണൽ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് വലിയ ചരക്ക് ഗതാഗതം പോസിബിൾ ആക്കിയത് ഈ പറയുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ മനുഷ്യൻ്റെ സൊസൈറ്റിയിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നമുക്കുണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസും വലിയ ഇമ്പാക്ട്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അതുകൊണ്ട് തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡാണ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ, വെള്ളം എന്താണ്? അമൂല്യമായ റിസോഴ്സാണ്. നാളെ ഒരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് വെള്ളത്തിന് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു അല്ലേ. കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്ക്, തമിഴ്നാടിനും കർണാടകയ്ക്കും ഇടയ്ക്ക്, കർണാടകയും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്ക് ഒക്കെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശണ്ട, ഏറ്റവും വലിയ യുദ്ധം, ഏറ്റവും വലിയ വഴക്ക് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ പേരിലാണ്. ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊക്കെ ഈ വെള്ളത്തിൻ്റെതായിട്ടുള്ള കുടിപ്പക വലിയ വലിയ ഇഷ്യൂസ് ഉണ്ട്. മുല്ലപ്പെരിയാറിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. അതിനെക്കാട്ടിലും വലിയ ഭീകര അന്തരീക്ഷമുള്ള ഒരുപാട് അതിർത്തികളുണ്ട്, ഒരുപാട് റിവേഴ്സ്. ഇപ്പം ഈ പറയുന്ന ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ ചൈനയിൽ സാങ്പോയാണ്. ആ റിവർ അവിടെ നിന്ന് ഒഴുകി ഇന്ത്യയിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള പ്രദേശങ്ങളിൽ പുതിയ ഡാമുകൾ ചൈന കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ത്രീ ഗോർജസ് ഡാം എന്ന് പറയുന്ന ഒരു ഭീമാകാരനായ ഡാമിനെ തന്നെയാണ് ചൈന അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ഡൗൺ സ്ട്രീമിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങളിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു വലിയ സംഭവമാണ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജലത്തിനെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഉണ്ടായതിന് കൃത്യമായ കാരണമുണ്ട്. കേരളത്തിൽ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് സദാ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഏകദേശം അതേ സമയങ്ങളിൽ തന്നെ തമിഴ്നാട്ടിൽ വൈഗ ബേസിനിൽ ആ പറയുന്ന ഏരിയകളിലൊക്കെ എന്താണ് വളരെ വലിയ വരൾച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം കണ്ടിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ അവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നത്. എന്താണ്? ഇവിടെ ഒരു ഡാം കെട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഒഴുകുന്ന അധികമായിട്ട് കിട്ടുന്ന വെള്ളം ജലത്തെ തമിഴ്നാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു വലിയ സൊല്യൂഷൻ അപ്ലൈ ചെയ്തതാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന വലിയൊരു കൺസ്ട്രക്ഷനിലേക്കും ഇന്ന് കേരളത്തിനെ വളരെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു റിയാലിറ്റിയിലേക്കും എത്തിയത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ ആ വാട്ടർ റിസോഴ്സസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡേറ്റ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഭൂമിയിലുള്ള മുഴുവൻ ജലത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് മനുഷ്യന് അവൈലബിൾ ആയിട്ടുള്ളൂ. 97.5% വെള്ളം എന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത് സമുദ്രത്തിലാണ്. ഓക്കെ, അത് 97.4%. അത്
സീസിലും ഓഷ്യൻസിലുമാണ്. അത് നമുക്ക് കിട്ടാനില്ല. അത് എന്താണ് സലൈൻ വാട്ടറാണ്, നമുക്ക് കുടിവെള്ളത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതിലെ 2% എന്ന് പറയുന്നത് ഐസ് ക്യാപ്പിലും ഗ്ലേസിയേഴ്സിലും ഒക്കെയാണ്. ഓക്കെ, പിന്നെയുള്ള ബാക്കിയുള്ള 1% താഴെയാണ് നമുക്ക് റിവേഴ്സിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു ശതമാനം വെള്ളം മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ വെള്ളത്തിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറുടെ ജോലി എന്ന് പറയുന്നത്. ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളും ഇതിനകത്ത് വളരെ കീനായിട്ട് ഒരുപാട് എഫേർട്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഇത്ര മീറ്റർ ക്യൂബിൻ്റെ എത്ര വലിയ ഭീകരമായിട്ടുള്ള വോളിയൂംസ് ഓഫ് വാട്ടറിനെ വീതം വെക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ആ വെള്ളത്തിനെ എന്ത് ചെയ്യണം, അത് ആക്ച്വലി എന്താണ്, ഒരു എഞ്ചിനീയറാണ് ഒരു ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. ഈ പറയുന്ന വെള്ളം അത് എങ്ങോട്ട് ഒഴുക്കി വിടണം, ഇങ്ങോട്ട് ഒഴുക്കി വിടണോ അങ്ങോട്ട് ഒഴുക്കി വിടണോ, എത്ര വെള്ളത്തിന് ഇവിടെ തടഞ്ഞു നിർത്തണം, ഒഴുക്കി വിടുമ്പോൾ അവിടെ ഒരു റൂട്ട് തുറന്നു വിടുമ്പോൾ അവിടെ കനാലുകൾ കൺസ്ട്രക്ട് ചെയ്യണം, ആ കനാലുകൾ എങ്ങനെ പോകണം, ആ കനാലുകൾക്ക് എത്ര വലിപ്പം വേണം, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്താൽ തന്നെ ഡാമിൻ്റെ വലിപ്പം അല്ലേ, ആ ഡാമിൻ്റെ ആ പറയുന്ന മെയിൻ കോർ ഓഫ് ദി ഡാം, ആ മെയിൻ സ്ട്രക്ചർ അതിന് എത്ര വലിപ്പം വേണം, അതിൻ്റെ ബോട്ടം വിഡ്ത്ത് എത്രയായിരിക്കണം, ടോപ്പിലെ വിഡ്ത്ത് എത്രയായിരിക്കണം, ഹൈറ്റ് എത്രയായിരിക്കണം, കുറേ അധികം കാര്യങ്ങൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വെള്ളം കൊടുക്കുന്ന പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ വെള്ളം വന്ന് തള്ളുമ്പോൾ ഈ സ്ട്രക്ചർ കൊളാപ്സ് ആവാൻ പാടില്ല, ഓവർടേൺ ആവാൻ പാടില്ല, സ്ലൈഡ് ചെയ്ത് ഫെയിൽ ആവാൻ പാടില്ല. അപ്പോൾ ഇത്തരം ഫെയിലിയേഴ്സിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ, ഡിസൈനിലൂടെ, എക്സിക്യൂഷനിലൂടെ ഒക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനെ നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൂടാതെ മഴ ലഭിക്കുന്നു അല്ലേ, മഴയിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ വാട്ടർ സൈക്കിളിൻ്റെ കണ്ടിന്യൂറ്റി നടക്കുന്നത്. അപ്പോൾ ഈ മഴ വരുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ മഴ വന്നേക്കാം, ഓക്കെ, അത് ക്ലൈമറ്റിൻ്റെ ഫോർകാസ്റ്റ് വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇത്ര സെൻറ്റിമീറ്റർ മഴ ഒരു അപ്സ്ട്രീമിൽ ഒരു പോയിന്റിൽ മഴ ഇത്ര സെൻറ്റിമീറ്ററിന് മഴ ലഭിച്ചു കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീമിലേക്ക് എത്ര ഒഴുകി എത്താം, ഡൗൺ സ്ട്രീമിൽ എത്ര സെൻറ്റിമീറ്റർ വെള്ളം ഉയർന്നു പോകാം, ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസും ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് മുൻ വർഷങ്ങളിലെ മഴകളെ പഠിക്കുക, ഇനി വരാൻ പോകുന്ന മഴ എന്താണെന്ന് ഫോർകാസ്റ്റ് ചെയ്യുക, ആ പർട്ടിക്കുലർ മഴ കാരണം ഡൗൺ സ്ട്രീമിൽ വരാൻ പോകുന്ന ഇമ്പാക്റ്റുകളെ മനസ്സിലാക്കുക, താഴെ ഡൗൺ സ്ട്രീമിലുള്ള ജനങ്ങളെ ഇത് കൃത്യമായി അലേർട്ട് ചെയ്യാം. ഇതെല്ലാം എഗെയിൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്ന ഡ്യൂട്ടീസാണ്. അപ്പം നോക്കുക എത്ര ക്രൂഷ്യലാണെന്ന് നോക്കുക. ഒരുപക്ഷെ നാളെ ഒരു വലിയ ഒരു ഫ്ലഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ അല്ലേ, ഒരു ഹെവി റെയിൻഫാൾ കാരണം, ഫ്ലഡിങ് കാരണം ഒക്കെ ഉണ്ടാവാനിടയുള്ള ഒരുപാട് അപകടങ്ങളെ ഒരുപക്ഷെ നമ്മുടെ നാട് നേരിടേണ്ടത് ഈ പറയുന്ന ക്രൂഷ്യൽ റോൾ ചെയ്യുന്ന വാട്ടർ റിസോഴ്സ് എഞ്ചിനീയേഴ്സ് തരുന്ന ഇൻപുട്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പർട്ടിക്കുലർ സ്ട്രീമിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരുപാട് വളരെ രസകരമായിട്ടുള്ള, കണ്ടാൽ വളരെ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസ്, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. എവിടെയൊക്കെ ഇനി മുന്നോട്ട് നിങ്ങൾ എവിടെയൊക്കെ ഇത്തരം സ്ട്രക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാലും അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഡിസൈനെ പറ്റി, അതിൻ്റെ ഫംഗ്ഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കുക. കാരണം ഒരു പർട്ടിക്കുലർ ഡാം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വരുമ്പോൾ അതൊരു വലിയ ഇമ്പാക്റ്റാണ് നാട്ടിലുണ്ടാക്കുന്നത്. ഓക്കെ, ആ ഡൗൺ സ്ട്രീമിനെ അനാദി കാലത്തേക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് അവിടെ കൊടുക്കുകയാണ്. വെള്ളം അവിടെ കെട്ടി നിൽക്കുന്ന അപ്സ്ട്രീം സൈഡിൽ അല്ലേ, അവിടെ ഒരു വലിയ ജലാശയമാണ് ഉണ്ടായി വരുന്നത്. അവിടെ ഒരു വലിയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീമിൽ ഇതനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാകും. വെള്ളം ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ട് ഇനി ആ വെള്ളം നിറഞ്ഞതിന് ശേഷം ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിയതിന് ശേഷമായിരിക്കും ഈ ഡാം തുറന്നു വിടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം വലിയ ഇമ്പാക്ട്സ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് വീണ്ടും അടുത്ത സ്ട്രീമിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നത്. അവൻ ഈ പറയുന്ന വെള്ളം, ഈ സ്റ്റോർ ചെയ്യുന്ന വെള്ളം അത് ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ എത്ര അളവിലാണ് ഡൈവേർട്ട് ചെയ്ത്, അത് ചിലപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡുകളിലേക്കായിരിക്കും. അപ്പോൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ കൊടുക്കുന്ന വെള്ളം, ഈ തുറന്നു വിടുന്ന വെള്ളം, അതിൻ്റെ അളവ് അതൊക്കെ വളരെ പ്രിസൈസ് ആയിരിക്കണം അല്ലേ. ഒരു ഫീൽഡിലേക്ക് കൊടുത്തു വിടുമ്പോൾ അത് കൂടി പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പം അത്തരത്തിലുള്ള ഇറിഗേഷൻ, അഗ്രികൾച്ചർ, അതുപോലെ ചിലപ്പം ഇതേ വെള്ളം തന്നെ ഫിഷറീസ് അതായത് മത്സ്യകൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവാം, ഡ്രൗട്ട് മിറ്റിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവാം, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെ, ഇതേ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവാം. അതുപോലെ ഡ്രെയിനേജ്, ഇതെല്ലാം ഡ്രെയിനേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അർബൻ ആൻഡ് സബർബൻ ഡ്രെയിനേജ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുന്ന മഴ, ആ വെള്ളം ഡ്രെയിൻസ് വഴിയാണ് അല്ലെ, ഓടകളൊക്കെ വഴിയാണ് ഇത് കൽവേർട്ട് വഴി, ഓടകൾ വഴി, കൽവേർട്ട്സ് വഴി അല്ലെ, നദികളിലൂടെ അത് ഒഴുകിയെത്തുന്നു. അപ്പം ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റവും പ്രോപ്പർ അല്ല എങ്കിൽ എന്താണ്, ലോക്കലൈസ്ഡ് ആയിട്ട് പല നാടുകളിലും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ ഒരു സ്ഥിരം കാഴ്ചയാവുകയും ട്രാൻസ്പോർട്ടേഷനെയും ജനങ്ങളുടെ സാധാ ജീവിതത്തിനെയും ഒക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഡ്രെയിനേജ് പ്രോപ്പർ ആയിരിക്കണം, ഒഴുകി വരുന്ന ലഭിക്കുന്ന മഴ അത്രയും കൃത്യമായിട്ട് അതിനൊരു റൂട്ട് നമ്മൾ കൊടുത്തിരിക്കണം അല്ലേ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, നമ്മൾ ഇഷ്ടപ്പെടാത്തിടത്ത്
സമയത്ത് ഈ വെള്ളം കെട്ടി നിൽക്കാനും ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ജലത്തിൻ്റെ റൂട്ട് കംപ്ലീറ്റ് ആയിട്ടും ആർക്ക് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നു, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു മിസ്മാനേജ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്ന കാര്യത്തിൽ ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഉണ്ടായി കഴിഞ്ഞാൽ, മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് അത് പോയെന്ന് വരാം. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരുപാട് ഫ്ലഡ് മിസ്മാനേജ്മെൻറ്റ് ദുരന്തങ്ങളാണ് അവിടെ കാണുന്നത്. നോക്കി, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ള എന്താണ് ഫ്ലഡുകൾ ഈ ഡാമുകളുടെ മിസ്മാനേജ്മെൻറ്റ് കാരണം ഉണ്ടായ ഫ്ലഡുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോരോ വർഷങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആക്സസിബിൾ ആണ് ഓൺലൈനിൽ. അപ്പം ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരുപാട് സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞു. ഡാമുകളുണ്ട്, വിയറുകളുണ്ട്, ബറാജസ് ഉണ്ട്. നോക്കൂ, ഇത് ഹൂവർ ഡാമാണ്. ഹൂവർ ഡാം ഏറ്റവും വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഡാമാണ്. ഓക്കെ, ഇതാണ് തണ്ണീർമുക്കം ബാരേജ്. ഇത് നമ്മുടെ പല ഗേറ്റുകൾ, ആ പറയുന്ന ഓരോ തൂണുകളുടെ ഇടയ്ക്ക് ഗേറ്റുകളുണ്ട്. ആ ഗേറ്റുകളുടെ കൺട്രോൾ വഴി വെള്ളത്തിനെ അപ്സ്ട്രീമിൽ നിലനിർത്തുകയും ആവശ്യം വരുമ്പോൾ തുറന്നു വിടുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം ഈ തണ്ണീർമുക്കം ബണ്ട് അല്ലെങ്കിൽ ബാരേജ് വഴിയാണ് ഈ പറയുന്ന കോട്ടയം ജില്ലയിലാണ് ഇതുള്ളത്. നിങ്ങൾക്ക് ഈ റൂട്ടിൽ, വൈക്കം കോട്ടയം റൂട്ടിലൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ ബാരേജ് കാണാൻ കാഴ്ചയ്ക്ക് തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ബാരേജസ് കൂടാതെ വിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണിത്. വിയർ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കുകയും വെള്ളത്തിന് കുറുകെ കൊടുക്കുകയും വെള്ളത്തെ തടഞ്ഞു നിർത്തുകയും ഒരു പർട്ടിക്കുലർ ലെവൽ വരെ വെള്ളം എത്തിയതിന് ശേഷം മാത്രമേ വെള്ളത്തിന് ചാടിപ്പോകാൻ പറ്റുള്ളൂ. അതുവരെ ആ വെള്ളം അവിടെ ടെമ്പററി സ്റ്റോറേജ് ഒരുക്കാനും കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് വിയർ എന്ന് പറയുന്നത്. പക്ഷേ മറ്റേത് ഒരു ബറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗേറ്റ് സിസ്റ്റം യൂസ് ചെയ്ത് വെള്ളത്തിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ബറാജ് എന്ന് പറയുന്നത്. ഇത് തണ്ണീർമുക്കം ബണ്ട് എന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, വിയേഴ്സ്, ബൺസ്. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഒന്ന് ജലം, ഒന്ന് മലിനജലം. ഓക്കെ, വേസ്റ്റ് വാട്ടറും ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടറും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സിവിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മൾ കൺസ്യൂം ചെയ്യാൻ പോകുന്ന സംഗതിയാണ് ഈ പറയുന്ന ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. അത് കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് അത് സേഫ് ആണെന്ന് എൻഷുർ ചെയ്യണം. സേഫ് ആണെന്ന് എങ്ങനെ എൻഷുർ ചെയ്യും? ആദ്യം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അപ്പോൾ നമ്മൾ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, ഒരു പർട്ടിക്കുലർ നാട്ടിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കാൻ പോവുകയാണ് എങ്കിൽ ആ വെള്ളം, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ റിവറിൽ നിന്ന് വെള്ളം എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ വാട്ടർ സപ്ലൈ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വാട്ടർ ടാങ്കുകളിൽ വെള്ളം എങ്ങനെയാണ് എത്തുന്നത്? അവിടെ നിന്നായിരിക്കും പിന്നെ ലോക്കലൈസ്ഡ് പമ്പിങ് നടക്കുക, അല്ലേ? അപ്പോൾ അവിടെ വെള്ളം എത്തുന്ന ഒരു റിവറിൽ നിന്നായിരിക്കും അത് പമ്പ് ചെയ്ത് അവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിവർ, ആ സോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ സോഴ്സിൽ പോയിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ, ഒരു ഡോക്ടറെ രോഗിയെ പരിശോധിക്കുന്ന പോലെ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് പോലെ കുറേ അധികം ടെസ്റ്റുകൾ നമ്മൾ നടത്തും. അതിനകത്ത് വെള്ളത്തിനകത്ത് എന്തെല്ലാം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്, കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ്, ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ്, അതിനകത്ത് ബാക്ടീരിയ കൗണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവനെ ആ വെള്ളത്തിനെ എടുക്കാൻ കൊള്ളുക എന്ന് ഒരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലാബിൽ അത് ഡിസൈഡ് ചെയ്യപ്പെടുന്നു. ഇനി വൺസ് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണമെന്നില്ല. ചില കാര്യങ്ങളിൽ എന്താണ്, ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം, പെർമിസിബിൾ ലിമിറ്റ്സ് കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? അതും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും ആരാണ്? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്. പല വകയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന് സോഫ്റ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കണം. വെള്ളത്തിന് ടർബിഡിറ്റി ഉണ്ട്, വെള്ളത്തിൽ സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടെങ്കിൽ ആ സോളിഡ്സിനെ റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സെഡിമെൻറ്റേഷൻ കൊടുക്കണം, ഫിൽട്രേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരുപാട് അണുക്കളുണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, ഡിസിൻഫെക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ പെടുന്നു. ഈ കൊടുക്കുന്ന വെള്ളം നമ്മളൊരു സൊസൈറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ അവരത് കൺസ്യൂം ചെയ്തതിന് ശേഷം ഇതേ വെള്ളം എന്താവും? വേസ്റ്റ് വാട്ടർ ആയിട്ട് തിരിച്ചു വരും, അല്ലേ? അപ്പോൾ ഇത് കൂടാതെ ചിലപ്പോൾ ബാത്റൂം വേസ്റ്റ് ഉണ്ടാവും, ടോയ്ലറ്റ് വേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ചിലപ്പോൾ സീവേജ് സിസ്റ്റത്തിലൂടെ ചിലപ്പോൾ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതിനെയും നമുക്ക് നേരെ തിരിച്ചു കൊണ്ട് എവിടെ റിവറിൽ ഡംപ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ നേരെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ആ റിവറിനോട് ചെയ്യുന്ന വലിയ ഘോര പാപമായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ഗംഗാ റിവറിലൊക്കെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമാമി ഗംഗ അല്ലെങ്കിൽ ഗംഗ ആക്ഷൻ പ്ലാൻ എന്നൊക്കെ പേരിൽ വളരെ വലിയ പ്രോജക്ട്സ്, കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്ട്സ് വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്നുവെങ്കിലും ഇപ്പോഴും
പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സും കാണുമ്പോൾ നമുക്ക് വളരെ ശോചനീയമായ കാഴ്ചയാണ്, വളരെ വേദനാജനകമായ കാഴ്ചയാണ്. നമ്മുടെ നാട് റിവേഴ്സിനെ ദൈവങ്ങളായിട്ട് ദേവികളായിട്ട് ഒക്കെ കാണുന്ന നമ്മുടെ നാട്, നമ്മുടെ നദികളോട് ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് നമുക്കപ്പം മനസ്സിലാവും. കാരണം ഈ പറയുന്ന ഗംഗാ നദിയുടെ കരയിലാണ് പാട്ന പോലെ, ലക്നൗ പോലെ, അതുപോലെ ഒരുപാട് കാശി പോലെ അല്ലേ, വാരണാസിയൊക്കെ പോലെയുള്ള വളരെ വലിയ പട്ടണങ്ങളുള്ളത്. ഈ പട്ടണങ്ങൾ കാൺപൂറൊക്കെ പോലെയുള്ള ഡൈ ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള പട്ടണങ്ങളിൽ നിന്നൊക്കെ വരുന്ന വലിയ ഹെവി വേസ്റ്റുകൾ, അതുപോലെ കുംഭമേള പോലെയുള്ള വലിയ മേളകൾ വഴി ബനാറസിൽ ഈ പറഞ്ഞ ഹരിദ്വാറിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകൾ, അതുപോലെ പാതി ദഹിപ്പിച്ച മൃതദേഹങ്ങൾ, ഇതൊക്കെ വരുന്ന ഗംഗാ റിവർ. ആ ഗംഗാ റിവറിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ പ്രൊജക്റ്റുകളാണ് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഹെവി പൊല്യൂഷൻസ് ഒരു ടൗണിലേക്ക് കൊടുത്ത വെള്ളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഈ പറഞ്ഞ മലിനജലത്തിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ വാട്ടർ സോഴ്സിലേക്ക് കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡൗൺ സ്ട്രീമിലെ ഈ വലിയ ഹെവി പൊല്യൂഷനെയൊക്കെ ഡൗൺ സ്ട്രീമിലെ ജനങ്ങൾ അതുപോലെ കൺസ്യൂം ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അവിടെ വലിയ വലിയ അസുഖങ്ങളും വലിയ ദുരന്തങ്ങളും സംഭവിക്കാനിടയുണ്ട്. ഈ റിവറിനെ തന്നെ ഒരു നമ്മൾ വളരെ മോശം പൊല്യൂട്ടഡ് അവസ്ഥയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സാഹചര്യവും കാണേണ്ട സാഹചര്യവും ഒക്കെ വരും. അത് വലിയ ഏരിയകളിലേക്ക് എല്ലാ ആംഗിളിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സാണ്. ഈ പറയുന്ന ഇറങ്ങിപ്പോകുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ഇറക്കി വിടാൻ പറ്റില്ല. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യണം. അത് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം? അപ്പോൾ വീണ്ടും നമ്മൾ വെള്ളത്തിനെ സ്റ്റഡി ചെയ്തതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യണം. എല്ലാ പാരാമീറ്റേഴ്സും എല്ലാ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, വെള്ളം വീണ്ടും ഈ പറയുന്ന മലിനജലത്തിനെ വീണ്ടും പ്യുവർ വാട്ടറായിട്ട്, ഏറ്റവും നല്ല വെള്ളമായിട്ട് വീണ്ടും നമുക്ക് റീകൺവേർട്ട് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറേ അധികം എഫേർട്ട് കൊടുക്കേണ്ടതുണ്ട്, കുറേ അധികം ട്രീറ്റ്മെൻറ്റ്സ് നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം ആര് ചെയ്യും? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ചെയ്യും. അതേ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർക്ക് വീണ്ടും ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ്? ഒരു പുതിയ ഡാം ഒരു സ്ഥലത്ത് വരും, ഒരു പുതിയ ഹൈഡ്രോളിക് സ്ട്രക്ചർ ഒരു സ്ഥലത്ത് വരുന്നു, ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സ്ഥലത്ത് വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ നാടിനെ, ആ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും ഒക്കെ ജീവജാലങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഡാം വന്നു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഒരുപാട് ജീവജാലങ്ങൾക്ക് അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുകയാണ്. അവരെന്ത് ചെയ്യും അല്ലേ? അതുപോലെ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു വിയർ വരുന്ന സമയത്ത് അവിടുത്തെ മീനുകൾക്ക് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മീനുകൾക്ക് ചിലപ്പോൾ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്കും, ചില സീസണുകളിൽ ഡൗൺ സ്ട്രീമിൽ നിന്ന് തിരിച്ച് അപ്സ്ട്രീമിലേക്കും ഒക്കെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഒരുപക്ഷെ മുട്ടയിടുന്ന മീനുകളാണെങ്കിൽ അവർ പറയുന്ന പോലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ എത്തിയിട്ടായിരിക്കും അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ മീനുകൾ മുട്ടയിടുക. അല്ലെ മറ്റൊരു സീസൺ വരുമ്പോൾ അവർ ദേശാടന കിളികൾ പറന്നു പോകുന്നത് പോലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ പോയിട്ടായിരിക്കും ഒരു സീസൺ അവരെ ചിലവഴിക്കുക. അപ്പോൾ ഈ ഫിഷിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റ്സിനെ ഒക്കെ ബാധിക്കും ഇത്തരത്തിലുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അവരെ ബാധിക്കാതെ അവിടെ ഒരു ഫിഷ് ലാൻഡ് കൺസ്ട്രക്ട് ചെയ്യണം. അവരെ ബാധിച്ചാൽ അത് എത്രമാത്രം ബാധിക്കും, അവിടെ ഉള്ള ജീവജാലങ്ങൾ, അവിടുത്തെ മനുഷ്യരെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ബാധിക്കും എന്നുള്ള രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത് ആരാണ്? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ ചുറ്റുവട്ടത്തിലെയൊക്കെ നമ്മുടെ ഫാക്ടറീസ് അല്ലെങ്കിൽ മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വഴി സംഭവിക്കുന്ന ഒരുപാട് പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട് അല്ലേ, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ഇതിനകത്തൊക്കെ ഇടപെടാനും ആ കൺട്രോൾ ഏത് തരത്തിൽ ചെയ്യണമെന്നും ഏത് ലെവൽ വരെ അതിനകത്ത് ഇടപെടണമെന്നും ഓരോ ചെറിയ പാരാമീറ്റേഴ്സിനും എങ്ങനെ സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത് എങ്ങനെ ഇതൊക്കെ ട്രീറ്റ് ചെയ്യാം, ലിമിറ്റ് ചെയ്യാമെന്നൊക്കെ പഠിക്കുകയും അത് എക്സസൈസ് ചെയ്യുകയും ഈ പറയുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സും ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സും എല്ലാം അത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും മനുഷ്യൻ്റെ ജീവനെയും ഒക്കെ സംരക്ഷിക്കാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ് ഈ പറയുന്ന നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രീമുകളിലൊന്ന്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് ആണ്. ഇതിനകത്തൊക്കെയാണ് വെള്ളം പല പല സ്റ്റേജുകളിലൂടെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തപ്പെടുന്നത്. സെഡിമെൻറ്റേഷൻ ടാങ്കുകൾ, ഫിൽറ്ററുകൾ, ഡിസ്ഇൻഫെക്ഷൻ യൂണിറ്റുകൾ, ഇതൊക്കെ ചേർന്നതാണ് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വട്ടത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? അവിടെ വേസ്റ്റ് വാട്ടർ വരികയും ആ വെള്ളം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ അതിലെ ഇമ്പ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സുകളാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഓക്കെ, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ ഹയർ സെമസ്റ്ററുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രോസസ്സുകളും നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചതാണ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഡിസിപ്ലിൻസ്. അതായത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താണ്? നമ്മൾ
ഭൂമിക്ക് മുകളിൽ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ഉള്ളിൽ അസ്ഥികൂടം ഉള്ളതുപോലെ ആ ഉള്ളിലുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സിനെയൊക്കെ ലോഡ് എടുക്കുന്ന സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, ബീമുകൾ, കോളംസ്, സ്ലാബ്സ്, ഇതിൻ്റെയൊക്കെ ഡിസൈൻ, അതിനകത്ത് സ്റ്റീല്, ആ സ്റ്റീലിൻ്റെ സ്പേസിങ്, അതിൻ്റെ ഡയമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റ് സെക്ഷൻസ്, അതിൻ്റെ ഷേപ്പ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റീൽ ബീമുകൾ കൊടുക്കാം, സി ചാനൽ കൊടുക്കാം, എൽ കൊടുക്കാം, എച്ച് കൊടുക്കാം, ഐ കൊടുക്കാം, അതിൻ്റെയൊക്കെ വലുപ്പം, അതിൻ്റെ നീളം, വീതി, തിക്നെസ്, ഇതെല്ലാം ആര് ഡിസൈൻ ചെയ്യുന്നു? സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുന്നു. എന്നാൽ മണ്ണിൻ്റെ അടിയിലുള്ള ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ അതിൻ്റെ അടിത്തറ ചെയ്യുന്നത്, അത് ഡിസൈൻ ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സോയിലിനെ സ്റ്റഡി ചെയ്യുന്നത്, സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയിട്ട് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ. അതുപോലെ ജലം എന്ന് പറയുന്ന അമൂല്യമായ സ്രോതസ്, ഈ വെള്ളത്തിനെ റീറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ്, കനാലുകൾ, ഡാമുകൾ, വിയേഴ്സ്, ബറാജസ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കനാലുകളിലൂടെ എത്ര വെള്ളം പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന, വെള്ളത്തിന് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ അളവുകളിൽ അത് തുറന്നു വിടണമെന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു മഴ വരാൻ പോകുന്നു അത് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഡൗൺ സ്ട്രീമിൽ എത്ര സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീം. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ അസസ് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തിരിച്ചു വരുന്ന വേസ്റ്റ് വാട്ടറിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുക. അതുപോലെ ഒരു പുതിയ സ്ട്രക്ചർ വരുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്സ് ഒക്കെ പഠിക്കുക, അത് ജനങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകളെ പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സും ഒക്കെ ഡിസൈൻ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കൺസ്ട്രക്ഷൻസ് നടത്തുക, ഇതെല്ലാം ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീം. ഇതെല്ലാമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഏരിയാസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. എ പാർട്ടിലായിക്കോട്ടെ ബി പാർട്ടിലായിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ട്രീമിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാം. പ്രധാനപ്പെട്ട നിങ്ങളുടെ സിലബസിൽ പറയുന്ന സ്ട്രീമുകളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇത് കൂടാതെ അഡീഷണലി വേണമെങ്കിൽ ഇനിയും ഫീൽഡുകൾ നമുക്ക് വീണ്ടും വീണ്ടും പറയാം. ഫോർ ഇൻസ്റ്റൻസ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഒരു ഫീൽഡാണ്. അവിടെ എന്താ ചെയ്യുന്നത്? റിസോഴ്സിൻ്റെ മാനേജ്മെൻ്റ് ആണ്, ടൈമിൻ്റെ മാനേജ്മെൻ്റ് ആണ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മാൻ, മണി, മെറ്റീരിയൽ, മിഷനറി. ഓക്കെ, അപ്പോൾ ആ എം ഓർത്തിരിക്കുക. മനുഷ്യനെ മാനേജ് ചെയ്യണ്ടേ? ഒരു പർട്ടിക്കുലർ സൈറ്റിൽ ഓരോ പർട്ടിക്കുലർ വർക്കിനും എത്ര ആൾക്കാരെ നിർത്തണം? ഓക്കെ, ഒരുപാട് വർക്കുകൾ ഒരേ സൈറ്റിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ഫൗണ്ടേഷൻ്റെ വർക്ക് കാണും, സൂപ്പർ സ്ട്രക്ചറിൻ്റെ വർക്ക് കാണും, അല്ലേ, പെയിൻറ്റിങ് വർക്കുകൾ കാണും, പ്ലംബിംഗ് വർക്കുകൾ കാണും, ഇലക്ട്രിക് വർക്കുകൾ കാണും. ഇതിനൊക്കെ എത്ര ആൾക്കാർ വേണം? ഏതൊക്കെ ടൈപ്പ് സ്കിൽഡ് ആൾക്കാർ എവിടെയൊക്കെ വേണം? അൺസ്കിൽഡ് ആൾക്കാർ എവിടെയൊക്കെ വേണം? എത്ര ആൾക്കാർ ഓരോ ദിവസവും ആരൊക്കെ വരണം? എത്ര പേര് വരണം? ഇതെല്ലാം ഡിസൈഡ് ചെയ്യാനായിട്ട് അതാണ് ഈ മാൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട്? മാൻ ഉണ്ട്, മണി ഉണ്ട്, അല്ലേ? ഏതൊക്കെ രീതിയിൽ ആ പറഞ്ഞ കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന്റെ എക്കണോമീനെ നമ്മൾ ഏതൊക്കെ ഡിസിഷൻസ് വഴി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? നമുക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണം ഇന്ന് തന്നെ വേണം വർക്ക് തീർക്കുക. അല്ലെങ്കിൽ ചിലപ്പം കൂടുതൽ മെഷീനറീസ് ഒക്കെ നമുക്ക് വാടകയ്ക്ക് എടുത്ത് വേണം ഇന്ന് തന്നെ ചെയ്യാവുന്ന വർക്ക് ചിലപ്പോൾ അത് ഒരാഴ്ച കൊണ്ടും തീർക്കാൻ പറ്റും. അപ്പം എവിടെയാണ്, എങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ആ മണി, ആ എക്കണോമി മിനിമൈസ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുക? ഇതെല്ലാം ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു വലിയ പ്രോജക്റ്റിനെ 1 വർഷം കൊണ്ട് അല്ലെ 1.5 വർഷം കൊണ്ട് എടുക്കുന്ന പ്രോജക്റ്റിനെ നമുക്ക് എങ്ങനെ ഒരു 8 മാസം കൊണ്ട് നമുക്ക് ക്രാഷ് ചെയ്ത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, മിനിമം സമയത്ത് ചെയ്യുമ്പോൾ ക്വാളിറ്റിയെ ബാധിക്കാതെ എങ്ങനെ കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യാം, ഇതെല്ലാം ഒരു കൺസ്ട്രക്ഷൻ മാനേജറാണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡാണ്. ഈ പറയുന്ന മാനേജ്മെൻറ്റ്സ്, മാൻ, മണി, മിഷനറീസ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സാണ്, കൺസ്ട്രക്ഷൻ മാനേജേഴ്സാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ഫീൽഡാണ്. അപ്പോൾ ഇത്തരത്തിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് വീണ്ടും ഒരുപാട് ഫീൽഡുണ്ട്. എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്. അതായത് ഭൂമിയിലെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ദുരന്തങ്ങളിൽ ഒന്നാണ് ഭൂമി കുലുക്കം, എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്, സീസ്മിക് ആക്ടിവിറ്റി. നമ്മുടെ ബിൽഡിങ്ങുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ റോഡുകളൊക്കെ എർത്ത്ക്വേക്ക് ആക്ടിവിറ്റീസ് വരുമ്പോഴത്തേക്കും അത് തകർന്നു പോവാതെ, കൊളാപ്സ് ആയി പോവാതിരിക്കണമെങ്കിൽ എർത്ത്ക്വേക്ക് ഡിസൈൻ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫീൽഡിനെ പറ്റി പഠിക്കുന്ന, അതൊക്കെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫീൽഡുകൾ നമുക്ക് പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളുടെ സിലബസിനകത്ത് പ്രധാനമായിട്ടും സ്ട്രക്ചറൽ, ജിയോ ടെക്നിക്കൽ, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ഇതൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതിനാൽ പ്രധാനമായിട്ട് നിങ്ങൾ അത് പഠിക്കുക. അഡീഷണലി കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ചെയ്യുന്നത് മാൻ, മണി, മെഷീനറി, മെറ്റീരിയൽ, ഇതിൻ്റെയൊക്കെ പ്രോപ്പർ റിസോഴ്സസിൻ്റെ മാനേജ്മെൻ്റ് ആണ്. അതുവഴി ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ, ഒരു പ്രൊജക്റ്റിൻ്റെ എക്കണോമീനെ ഒക്കെ ബാധിക്കുന്ന ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നത് കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കും. നാഷണൽ ബിൽഡിംഗ് കോഡ് തുടങ്ങിയുള്ള അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് പോലെയുള്ള ക്രൂഷ്യൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്